എല്ലാവർക്കും ഈ ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക്ക് ബൈബിൾ എങ്ങനെ വ്യാഖ്യാനിക്കാം, കൃത്യമായി ബൈബിളിനെ എങ്ങനെ വ്യാഖ്യാനിക്കാം, അങ്ങനെ ബൈബിൾ വ്യാഖ്യാനത്തിന് നാം ഉപയോഗിക്കുന്ന ആ മെത്തേഡിനാണ് എക്സിജിസിസ് എന്ന് പറയുന്നത്. ആ എക്സിജിസിസിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ലൈവിൽ നിങ്ങളുമായി അല്പസമയം സംസാരിക്കാൻ ഞാൻ ശ്രമിച്ചു. എന്നാൽ അതിന് കുറച്ചുകൂടി എക്സ്പ്ലനേഷൻ ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ബൈബിൾ വ്യാഖ്യാന ശാസ്ത്രത്തെക്കുറിച്ച്, ബിബ്ലിക്കൽ ഹെർമനൂട്ടിക്സ് എന്ന ഒരു ദൈവശാസ്ത്ര പഠന വിഷയം തിയോളജിക്കൽ സെമിനാരികളിലും കോളേജുകളിലുമൊക്കെ വേദശാസ്ത്ര വിദ്യാർത്ഥികൾ, വൈദിക വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ബിബ്ലിക്കൽ ഹെർമനോട്ടിക്സ്. പല കാരണങ്ങളാൽ ആ ബിബ്ലിക്കൽ ഹെർമനോട്ടിക്സിൻ്റെ ഉപയോഗം പലപ്പോഴും ബൈബിൾ വ്യാഖ്യാനത്തിൽ വൈദിക വിദ്യാർത്ഥികൾക്ക് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല എന്നത് വളരെ ദയനീയമായ ഒരു കാര്യമാണ്. യൂണിവേഴ്സിറ്റികളിൽ ഉന്നതമായ പഠനം നടത്തുന്നവർ, അവിടെയുള്ള തിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഈ ബിബ്ലിക്കൽ ഹെർമനോട്ടിക്സ്, എക്സിജിസിസ് ചെയ്യാറുണ്ട്. എന്നാൽ പലപ്പോഴും സംഭവിക്കുന്നത്, നമ്മുടെ ഇടയിൽ കണ്ടുവരുന്ന ഒരു കാര്യം, പ്രധാനമായും ഒന്നുകിൽ ഇത് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഹെർമനോട്ടിക്സ് പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് വേണ്ട വിധത്തിൽ ഈ ബിബ്ലിക്കൽ ഹെർമനോട്ടിക്സിൻ്റെ സിഗ്നിഫിക്കൻസ് മനസ്സിലാക്കാതെ പഠിപ്പിക്കുന്നത് മൂലമോ, പഠിക്കാനിരിക്കുന്ന വിദ്യാർത്ഥികൾ ഹെർമനോട്ടിക്സ് വേണ്ട വിധത്തിൽ ആ സബ്ജക്റ്റിനെ ഗൗരവമായി എടുത്ത് പഠിക്കാത്തത് മൂലമോ വേദപുസ്തക വ്യാഖ്യാനത്തിൽ വലിയ പിഴവുകളാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. സഭയുടെ ആദ്യകാല ചരിത്രം നാം പരിശോധിക്കുമ്പോൾ അന്നു മുതൽ വേദപുസ്തകം വ്യാഖ്യാനിക്കുന്നതിൽ ഒരുപാട് പിഴവുകൾ, അതുമൂലം ഒരുപാട് ദുരുപദേശങ്ങൾ, ഹെററ്റിക്കൽ ടീച്ചിങ്സ് ആദിമസഭ മുതൽ, ഏർലി ചർച്ച് മുതൽ ഇന്നുവരെയും സഭയിൽ വളരെ പ്രചാരത്തിൽ വരികയും അത് സഭയുടെ ശരിയായ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുകയും അതുമൂലം സഭ ഇങ്ങനെ മുറിഞ്ഞ് ഡിവൈഡഡ് ആയിട്ട് ആയിരക്കണക്കിന് പുതിയ പുതിയ സഭകൾ ഓരോ ദിവസവും ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ വേദപുസ്തക വ്യാഖ്യാനത്തോട് അനുബന്ധിച്ചാണ് പുതിയ സഭകൾ ഓരോ ദിവസവും ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ആദിമ സഭ മുതൽ, ഏർലി ചർച്ച്, ഫസ്റ്റ് സെഞ്ച്വറി അപ്പോസ്തോലിക് പീരീഡ് മുതൽ ഈ പ്രതിസന്ധി സഭയെ അലട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇന്നു മുതൽ ഈ ബിബ്ലിക്കൽ ഹെർമനോട്ടിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഒരു ക്ലാസ് പോലെ സീരീസ് ആയിട്ട് പാർട്ട് 1 എന്ന രീതിയിൽ ആരംഭിക്കുമ്പോൾ ഇന്നിതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. ഇതൊരു ഇൻട്രൊഡക്ടറി ക്ലാസ്സാണ്. എന്തിനാണിത് പഠിക്കുന്നത്, എന്താണ് ഇതിൻ്റെ ആവശ്യകത, സിഗ്നിഫിക്കൻസ് ഓഫ് സ്റ്റഡിയിങ് ബിബ്ലിക്കൽ ഹെർമനോട്ടിക്സ്. അപ്പോസ്തലനായ പൗലോസ്
തൻ്റെ ലേഖനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ഗോഡ്. സ്ക്രിപ്ചറിനെ റൈറ്റ്ലി ഡിവൈഡ് ദ സ്ക്രിപ്ചറിനെ ശരിയായ രീതിയിൽ, അതിൻ്റെ ഒറിജിനൽ റൈറ്റ്ലി ഡിവൈഡ് എന്ന വാക്കിൻ്റെ ഒറിജിനൽ ഗ്രീക്ക്, ചില കാര്യങ്ങൾ നിങ്ങൾ തന്നെ ദയവായിട്ട് ഗ്രീക്ക് ലാംഗ്വേജിലൊന്ന് പോയി പരിശോധിക്കണം. ഗൂഗിളിൽ നിങ്ങൾക്ക് ബൈബിൾ ഹബ്ബ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒറിജിനൽ അർത്ഥം പഠിക്കാൻ സാധിക്കും. നമ്മൾ മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ മറ്റേതെങ്കിലും ഭാഷയിൽ വായിക്കുമ്പോൾ അതിൻ്റെ ശരിയായ അർത്ഥത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കില്ല, നമുക്കറിയാം. അതുകൊണ്ട് അത് ഗ്രീക്കിൽ തന്നെ ഒന്ന് വായിക്കാൻ ഗൂഗിളിൽ പോയിട്ട് ബൈബിൾ ഹബ്ബ് എന്ന് പറയുന്ന നല്ലൊരു വെബ്സൈറ്റാണ്. അതിൽ പോയിട്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ ഈ വ്യാഖ്യാന ശാസ്ത്രം എന്തുകൊണ്ട് ഡിസ്കസ് ചെയ്യപ്പെടുന്നു? സാധാരണ എല്ലാവരും പറയുന്ന പോലെ, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഞാൻ മുട്ടയിലിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഇങ്ങനെയൊരു ന്യായം പറഞ്ഞാണ് വേദപുസ്തകത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് എന്നുള്ളത് ഇന്നത്തെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞു, ലോകത്തിൽ ആദ്യ കാലത്ത് 2 സ്ഥലങ്ങളിലായി, ജിയോഗ്രഫിക്കൽ ഏരിയകളിലായിട്ട് 2 സഭകളായിരുന്നു ആദിമ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഈസ്റ്റേൺ സഭയും വെസ്റ്റേൺ സഭയും. വെസ്റ്റേൺ സഭയെന്ന് പറഞ്ഞാൽ റോമിൽ ഉടലെടുത്ത കാത്തലിക് ചർച്ച്. ഈസ്റ്റേൺ സഭ അന്ത്യോക്യ കേന്ദ്രമാക്കി സ്ഥാപിതമായ ഓർത്തഡോക്സി അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭകൾ, അത് ഒരുപാടുണ്ട്. ഓർത്തഡോക്സ് സഭകൾ, ഈ 2 സഭകളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് മാർട്ടിൻ ലൂതറിൻ്റെ നവീകരണത്തോടെ പ്രൊട്ടസ്റ്റൻ്റ് വിപ്ലവം ഉണ്ടാകുകയും ആ പ്രൊട്ടസ്റ്റൻ്റ് വിപ്ലവത്തോടെ യൂറോപ്പിലാകമാനം, ലോകത്തിലെമ്പാടും പ്രൊട്ടസ്റ്റൻ്റ് സഭകൾ ഉണ്ടാകുകയും ചെയ്തു. പ്രൊട്ടസ്റ്റ് ചെയ്ത് ഉണ്ടായ സഭകളാണ് പ്രൊട്ടസ്റ്റൻ്റ് സഭകൾ. പിന്നീട് നമുക്കറിയാം, പ്രൊട്ടസ്റ്റൻ്റ് സഭകൾക്കുള്ളിൽ തന്നെ ഒരുപാട് വിഭാഗങ്ങൾ. ഈ വിഭാഗങ്ങളെല്ലാം ഉണ്ടാകാൻ കാരണം വിവിധങ്ങളായ ഡിഫറൻറ്റ് ഇൻ്റർപ്രിട്ടേഷനുമായി ബന്ധപ്പെട്ട്, ബൈബിളിൻ്റെ വിവിധങ്ങളായ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട് ചെറിയ ഒരു വാക്യം പോലും ഈ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരു ചെറിയ വാക്യത്തിൻ്റെ പേരിൽ വരെ ഉണ്ടായ സഭകളുണ്ട്. അത് ഇന്ന് നമ്മൾ നോക്കുമ്പോൾ 2025 ഓരോ ദിവസവും ഓരോ വാക്യത്തിൻ്റെ പേരിൽ, അനുഭവങ്ങളുടെ പേരിൽ, എക്സ്പീരിയൻസിൻ്റെ പേരിൽ പുതിയ സഭകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ സഭകൾ ഉണ്ടാകുന്നത് ശരിയായ വേദപുസ്തക വ്യാഖ്യാനത്തിൻ്റെ അഭാവവും അതോടൊപ്പം തന്നെ എക്സ്പീരിയൻസുകൾ, ഇന്ത്യൻ ഫിലോസഫിയിൽ അനുഭവ എന്നാണ് പറയുന്നത്. അനുഭവങ്ങൾ, അത് മലയാളത്തിലും അനുഭവങ്ങളുടെ പേരിലും വിവിധങ്ങളായ വ്യാഖ്യാനങ്ങളുടെ പേരിലും എന്തുണ്ടാകുന്നു? വിവിധങ്ങളായ സഭകളുണ്ടാകും. ഹെർമനോട്ടിക്സിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് റൈറ്റ്ലി ഡിവൈഡ് ദ സ്ക്രിപ്ചർ. സ്ക്രിപ്ചറിനെ ശരിയായ രീതിയിൽ വ്യാഖ്യാനിക്കുക. കഴിഞ്ഞ ദിവസത്തെ ലൈവിൽ ആ വ്യാഖ്യാനത്തിന് പ്രധാനമായും പറയുന്ന ഒരു പേരാണ് എക്സിജിസിസ് എന്ന് പറയുന്നത്. ആ എക്സിജിസിസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വിവിധങ്ങളായ ക്രിട്ടിക്കൽ ടൂൾസ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു. ടെക്സ്ച്വൽ ക്രിറ്റിസിസം, ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം, അതുപോലെ ഗ്രാമാറ്റിക്കൽ ക്രിറ്റിസിസം, ഫോം ക്രിറ്റിസിസം, ട്രഡീഷൻ ക്രിറ്റിസിസം, റിഡാക്ഷൻ ക്രിറ്റിസിസം, സ്ട്രക്ചറലിസ്റ്റ് ക്രിറ്റിസിസം, കാനോനിക്കൽ ക്രിറ്റിസിസം തുടങ്ങി ഒരുപാട് മെത്തേഡുകൾ, ക്രിട്ടിക്കൽ ടൂൾസ്, അതിന് നമ്മൾ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്, ആ ടേമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നൊക്കെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു.
അപ്പോൾ ഇന്ന് ഇതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാൻ പോവുകയാണ്. ടെക്സ്ച്വൽ ക്രിറ്റിസിസം, ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം, ഇതൊക്കെ എന്തിനാണ്? ഇത് കേട്ടിരിക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കൂടെയാണ്. ഈ ലൈവിൽ എന്നെ കാണുന്ന പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരു അക്കാഡമിക് സബ്ജക്റ്റാണ്. അപ്പോൾ അക്കാഡമിക് സബ്ജക്റ്റ് അത് കേട്ടിരിക്കുക എന്ന് പറയുമ്പോൾ ഒരല്പം പ്രയാസമുള്ള കാര്യമാണ്. എന്താണ് നമ്മൾ ഈ ഹെർമനോട്ടിക്സ് കൊണ്ട് ചെയ്യുന്നത്? നമുക്കറിയാം, ചരിത്രം. ഇന്ന് ആളുകൾ ചരിത്രത്തെ റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്, റീകൺസ്ട്രക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ചരിത്രത്തെ എന്താണ് ചരിത്രം എന്ന് പറയുന്നത്? ഭൂതകാലത്ത് നടന്ന ഓർമ്മകളുടെ, സംഭവങ്ങളുടെ എഴുതപ്പെട്ട രൂപങ്ങളാണ് ചരിത്രം. അതൊരു പക്ഷേ ഓറൽ ട്രഡീഷനിലൂടെ, വാമൊഴി പാരമ്പര്യത്തിലൂടെ ആയിരിക്കാം അത് എഴുതപ്പെട്ടത്. ഈ കഴിഞ്ഞ കുറേ നാളുകളായി നാം വായിക്കുന്ന പല ചരിത്രങ്ങളും റിട്ടൺ ഡോക്യുമെൻ്റ് തന്നെയാണ്. കാരണം കാലത്തിൻ്റെ വികാസത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. എഴുതാനുള്ള സാമഗ്രികൾ, അതുപോലെ പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ ആ ഒരു കണ്ടുപിടുത്തം, പേപ്പറിൻ്റെ ലഭ്യത. ഇന്ന് പേപ്പർ മാറിയിട്ട് ഡിജിറ്റൽ പാഡിലേക്ക് അല്ലെങ്കിൽ ഡിജിറ്റൽ വേൾഡിലേക്ക് നാം കടന്നിരിക്കുകയാണ്. എത്ര വലിയ മാറ്റമാണ്! നമുക്കറിയാം, വേദപുസ്തക സംഭവങ്ങളാകട്ടെ, ചരിത്രത്തിൽ നടന്ന സംഭവങ്ങളാകട്ടെ, ഇതെല്ലാം തന്നെ ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടതാണ്. ഓറൽ ട്രഡീഷനെക്കുറിച്ച് ഇന്നലെ നമ്മൾ പറഞ്ഞു. വാമൊഴി പാരമ്പര്യത്തിൽ അത് തലമുറകളിലൂടെ പകർന്നു വന്ന ചരിത്രങ്ങൾ, കഥകൾ, സംഭവങ്ങൾ എന്തൊക്കെ ആയിക്കോട്ടെ, കഥകളായിക്കോട്ടെ, കവിതകളായിക്കോട്ടെ, അതൊക്കെ പിൽക്കാലത്ത് ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടു, അതൊക്കെ എഴുതി വെച്ചു. അങ്ങനെ ചരിത്രത്തെ നമ്മൾ ഇന്ന് ആളുകൾ റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റീഡ് ചെയ്യുന്നതിൻ്റെ ഫലമായി ചരിത്രം റീകൺസ്ട്രക്റ്റ് ചെയ്യപ്പെടുന്നു. എന്താണ് അതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത്? അല്ലെ, ഇമാജിൻ ചെയ്യുന്നു. ചരിത്രത്തിൽ നമ്മൾ വായിച്ച പല കാര്യങ്ങളും സത്യത്തോട് നിരക്കാത്തതും സത്യമല്ലാത്തതുമായ കാര്യമായിരുന്നു, അസത്യങ്ങളായിരുന്നു. അങ്ങനെയുള്ള ഹിസ്റ്റോറിയൻസ്, ചരിത്രകാരന്മാർ ഉണ്ടാവുകയും പരമ്പരാഗതമായി നാം കേട്ടുവന്ന ചരിത്രങ്ങളെ റീഡ് ചെയ്യുകയും അതിനെ റീകൺസ്ട്രക്റ്റ് ചെയ്യുകയും ചെയ്തു. റീകൺസ്ട്രക്ഷൻ ഓഫ് ദ ഹിസ്റ്ററി. എന്തുകൊണ്ടാണ് അങ്ങനെ റീകൺസ്ട്രക്റ്റ് ചെയ്യേണ്ടി വന്നത്? നമ്മൾ കേട്ട് പരിചയിച്ച് നമ്മുടെ ബ്രെയിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യപ്പെട്ട പലതും സത്യങ്ങൾ അല്ലായിരുന്നു, അസത്യങ്ങളായിരുന്നു. അങ്ങനെ അസത്യങ്ങളെയാണ് നാം വിശ്വസിച്ചത്. കാരണം ഈ സംഭവങ്ങൾ നടക്കുന്ന കാലം നമുക്ക് നമ്മുടെ ബുദ്ധിക്കോ ചിന്തകൾക്കോ എത്തിച്ചേരുവാനോ എത്തിപ്പിടിക്കുവാനോ കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ് സംഭവങ്ങൾ നടക്കുന്നത്. നമുക്കറിയാം, ബൈബിൾ സംഭവങ്ങൾ, ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ, പ്രൊട്ടസ്റ്റൻ്റ് ബൈബിളിൽ 66 പുസ്തകങ്ങൾ, കാത്തലിക് ഓർത്തഡോക്സ് സഭകളുടെ ബൈബിളിൽ അപ്പോക്രിഫ പുസ്തകങ്ങൾ ഉൾപ്പെടെ വീണ്ടും ആഡ് ചെയ്യപ്പെടുന്നു. ഇവയെല്ലാം എന്നാണ് നടന്നത്? ഒരു വലിയ ടൈം ഗ്യാപ്പ്, ഒരു വലിയ ഏജ് ഗ്യാപ്പ് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് നമ്മുടെ കയ്യിൽ ഈ ബൈബിൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ, നമ്മുടെ വീട്ടിൽ വെച്ചേക്കുമ്പോൾ, എത്രയോ കാലഘട്ടങ്ങളുടെ നമുക്കൊന്നും ചിന്തിക്കുവാൻ കഴിയാത്ത, നമ്മുടെ ബുദ്ധിക്ക് എത്തിപ്പെടുവാൻ കഴിയാത്ത, നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത, നമ്മുടെ ബുദ്ധിക്ക് പുറകോട്ട് സഞ്ചരിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ് ബൈബിളിലെ സംഭവങ്ങൾ നടന്നു എന്ന് നാം വിശ്വസിക്കുന്നതും അങ്ങനെ വായിക്കുന്നതും. എന്നാൽ ചരിത്രകാരന്മാർ, സഭാചരിത്രകാരന്മാർ, സെക്കുലർ രംഗത്തുള്ള ചരിത്രകാരന്മാർ, ദൈവശാസ്ത്രജ്ഞന്മാർ, ഇവരെല്ലാം ഈ ചരിത്രത്തെ പരിശോധിക്കുവാൻ തയ്യാറാകുന്നു. അങ്ങനെയുള്ള ഗവേഷകർ, സ്കോളേഴ്സ് നമ്മുടെ ചരിത്രത്തിലുണ്ടാകുന്നു. നമുക്കറിയാം, സ്കോളാസ്റ്റിക്
ഏജ് എന്ന് പറയുന്ന ഒരു ഏജ് ഉണ്ട്, സ്കൊളാസ്റ്റിക് ഏജ്, സ്കൊളാസ്റ്റിസിസം. എന്താണ് സ്കൊളാസ്റ്റിസിസം? ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെടുത്തി ഞാൻ പറയാം. എഴുതപ്പെട്ട ചരിത്രരേഖകളെ അല്ലെങ്കിൽ ബൈബിളിനെ ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ട ഡോക്യുമെൻറ്റുകളെ ഒരു സ്കോളർലി അപ്രോച്ചോടെ നോക്കിക്കാണുവാൻ ആളുകൾ ശ്രമിക്കുന്നു. സ്കൊളാസ്റ്റിക് ഏജിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇത് ശരിയാണോ എന്ന ചോദ്യങ്ങൾ, ബൈബിളിലെ പല കാര്യങ്ങളെയും സ്കൊളാസ്റ്റിക് ഏജിൽ സ്കോളേഴ്സ് ക്രിട്ടിസിസം ചെയ്യുന്നു. സ്കോളേഴ്സ് എഴുന്നേറ്റ് ക്രിട്ടിസിസം ചെയ്യുന്നത് മൂലം അതിന് ഉത്തരം കൊടുക്കേണ്ടതായ ഒരു സാഹചര്യം കൂടെ വരുന്നു. അതാണ് സ്കൊളാസ്റ്റിക് ഏജിൽ സംഭവിച്ചത്. വിവിധങ്ങളായ വ്യാഖ്യാനങ്ങൾ, അവയെ കൃത്യമായി അനലൈസ് ചെയ്യുവാൻ സഭാ നേതാക്കന്മാർ ശ്രമിക്കുന്നു. പലരും പരാജയപ്പെടുന്നു. എന്തുകൊണ്ടാണ് വേദപുസ്തകത്തിലെ ഓരോ കാര്യത്തെയും ഇങ്ങനെ വിവിധങ്ങളായി വ്യാഖ്യാനിക്കേണ്ടി വരുന്നത്? ബൈബിളിലെ ഒരു വാക്യത്തിന് എത്ര വ്യാഖ്യാനങ്ങളുണ്ട്? ബൈബിളിലെ ഒരു ഭാഗത്തിന് എത്ര വ്യാഖ്യാനങ്ങളാണുള്ളത്? ഞാൻ വിശ്വസിക്കുന്നത് ഒരു വ്യാഖ്യാനമേ ഉള്ളൂ. എന്നാൽ പല ആളുകളും ഇതിനെ പറയുന്നത്, ഞാനൊരു വാക്യം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് ഇങ്ങനെ വെളിപ്പെടുത്തി, ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് ഇങ്ങനെയാണത് വെളിപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞ് ആയിരക്കണക്കിന് വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുകയാണ്. നമുക്കറിയാം, കമൻറ്ററികൾ തന്നെ ആയിരക്കണക്കിന് കമൻറ്ററികൾ ഉണ്ടാകുകയാണ്. ആ കമൻറ്ററികൾ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് കോമൺ ആയിട്ടുള്ള ഒരു എലമെൻറ്റ് കാണും, അല്ലെങ്കിൽ ഒരു കോമൺ ഇൻഫർമേഷൻ കാണുമെങ്കിലും പല കമൻട്രികളിലും വിവിധങ്ങളായ ഇൻ്റർപ്രിട്ടേഷൻസ് കടന്നു വരികയാണ്. അപ്പോൾ ഇൻ്റർപ്രിട്ടേഷൻസ് കടന്നു വരാനുള്ള മറ്റൊരു കാരണം പെട്ടെന്ന് ഓർമ്മ വന്നത് പറയാം. ആ ഓതർ അല്ലെങ്കിൽ ആ ഒരു സ്കോളർ, ആ ഒരു തിയോളജിയൻ ഏത് സഭാവിഭാഗത്തിലാണ് വിശ്വസിക്കുന്നത്, ആ സഭയുടേതായ ഒരു ഫ്രെയിം വർക്ക് അദ്ദേഹത്തിൻ്റെ ബ്രെയിനിലുണ്ട്. ആ ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം വേദപുസ്തകത്തിലെ ഭാഗങ്ങളെ ഇൻ്റർപ്രറ്റ് ചെയ്യുവാനായി ശ്രമിക്കുന്നത്. ഒരു കാത്തലിക് സ്കോളർ ആണെങ്കിൽ ആ കാത്തലിക് വ്യൂവിൽ, ആ പെർസ്പെക്റ്റീവിലായിരിക്കും വേദപുസ്തകത്തെ ഇൻ്റർപ്രറ്റ് ചെയ്യുവാനായി ശ്രമിക്കുന്നത്. ഒരു പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗത്തിലുള്ള ആളാണെങ്കിൽ അങ്ങനെയായിരിക്കും. ഓർത്തഡോക്സ് വിഭാഗത്തിലുള്ള ആളാണെങ്കിൽ ആ ഒരു പെർസ്പെക്റ്റീവിലായിരിക്കും വേദപുസ്തക ഭാഗങ്ങളെയൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ഇനി ഏറ്റവും വലിയ പ്രശ്നം, ഈ പ്രൊട്ടസ്റ്റൻ്റ് വേൾഡിലാണ് ഏറ്റവും വലിയ കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കുന്നത്. ആയിരക്കണക്കിന് സഭകളാണ്. മാർട്ടിൻ ലൂതറിൻ്റെ റിഫോർമേഷനോടെ ഇങ്ങോട്ട് ആയിരക്കണക്കിന് സഭകൾ വരികയാണ്. ഈ ആയിരക്കണക്കിന് സഭകൾക്കും വിവിധങ്ങളായ ഹെർമനോട്ടിക്സാണ്, അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങളാണ്. ഹെർമനോട്ടിക്സ് അല്ല, വ്യാഖ്യാനങ്ങളാണ് ഉണ്ടാകുന്നത്. പിന്നീട് ഇങ്ങോട്ട് വന്ന് ഇവാഞ്ചലിക്കൽ അവേക്കനിങ് കടന്നു വരുന്നു. പിന്നെ വലിയൊരു കരിസ്മാറ്റിക് വേവ്, ഒരു പെൻറ്റക്കോസ്റ്റൽ വേവ് ഉണ്ടാകുന്നു. ഒരുപാട് ചർച്ചകളുണ്ടായിരുന്നു. ഇന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ന്യൂ ജനറേഷൻ സഭകൾ വരെ ഓരോ മിനിസ്റ്റേഴ്സും, ഓരോ ശുശ്രൂഷകനും ഓരോ വ്യാഖ്യാനമാണ്. അവിടെ ഒരു യൂണിറ്റി ഇല്ല. അത് ഏറ്റവും കൂടുതൽ കലുഷിതമായ ഈ സാഹചര്യമുള്ളത് പ്രൊട്ടസ്റ്റൻ്റ് വേൾഡിൽ, ഇവാഞ്ചലിക്കൽ വേൾഡിൽ, പെൻറ്റക്കോസ്റ്റൽ ആൻഡ് കരിസ്മാറ്റിക് വേൾഡിലാണ്. ഈ ന്യൂ ജനറേഷൻ സഭകളുടെ ഇടയിലാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നം. ഓരോരുത്തരും ഓരോ വ്യാഖ്യാനം. ലോർഡ്സ് സപ്പർ അല്ലെങ്കിൽ ഹോളി കമ്മ്യൂണിയൻ അല്ലെങ്കിൽ വിശുദ്ധ കുർബാന 100,000 വ്യാഖ്യാനങ്ങളാണ്. ഞാൻ പലരുമായിട്ട് സംസാരിക്കുമ്പോൾ ഈ കർത്തൃമേശയെക്കുറിച്ച് തന്നെ വിവിധങ്ങളായ വ്യാഖ്യാനങ്ങളാണ് ഈ ഇവാഞ്ചലിക്കൽ പെൻറ്റക്കോസ്റ്റൽ മേഖലയിലുള്ളത്. എന്നാൽ കാത്തലിക് സഭയ്ക്ക് അല്ലെങ്കിൽ കത്തോലിക്ക സഭയ്ക്ക് ഒറ്റ വ്യാഖ്യാനമേ ഉള്ളൂ. ഓർത്തഡോക്സ് സഭകൾക്ക് ഒറ്റ വ്യാഖ്യാനമേ ഉള്ളൂ. ആംഗ്ലിക്കൻ ചർച്ച് എടുത്തു നോക്കിയാൽ അവർക്ക് ഒറ്റ വ്യാഖ്യാനമേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം അവരുടെ റിട്ടൺ ഡോക്യുമെൻ്റാണ്. എല്ലാം ഒരു ഓർഡർ അല്ലെങ്കിൽ ലിറ്റർജിയിൽ അവരുടെ ദൈവശാസ്ത്രം കൃത്യമായി ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. ലിറ്റർജിക്കൽ തിയോളജിയുണ്ട്, ഒരു ഓർഡർ ഓഫ് വർഷിപ്പ് അല്ലെങ്കിൽ ലിറ്റർജിക്കൽ തിയോളജിയിൽ അവരുടെ ദൈവശാസ്ത്രം മുഴുവനും ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്നാൽ ലിറ്റർജി ഇല്ലാത്ത നോൺ ലിറ്റർജിക്കൽ ചർച്ചസ് എന്ന് പറയുമ്പോൾ
ഇവാഞ്ചലിക്കൽ ചർച്ചസ്. അതിൻ്റെ അകത്ത് ഇവാഞ്ചലിക്കൽ ചർച്ച് എന്ന രീതിയിൽ തന്നെ നാമധേയം ചെയ്യപ്പെട്ട സഭകളുണ്ട്. അതിൻ്റെ അകത്ത് താഴോട്ട് വരുമ്പോൾ പെൻറ്റക്കോസ്റ്റൽ മൂവ്മെൻറ്റ്സ് വരുന്നു, കരിസ്മാറ്റിക് ചർച്ചസ് വരുന്നു, പിന്നീട് ഇങ്ങോട്ട് ന്യൂ ജനറേഷൻ ചർച്ചസ് വരുന്നു. ഇവരെല്ലാം നോൺ ലിറ്റർജിക്കൽ ചർച്ചസ് ആണ്. അവർക്ക് കൃത്യമായ ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ട ഒരു ഉപദേശമില്ല. ഉണ്ട് എന്ന് അവർ പറയുമെങ്കിലും ഇല്ല എന്നുള്ളത് നഗ്നമായ സത്യമാണ്. അതൊരു വലിയ പ്രതിസന്ധിയാണ്. അപ്പം ബിബ്ലിക്കൽ ഹെർമനോട്ടിക്സ് നമ്മൾ പഠിക്കുന്നത് കൊണ്ട് ഈ വലിയ ടൈം ഗ്യാപ്പിൽ എഴുതപ്പെട്ട അതിപുരാതനമായ വിശുദ്ധ ഗ്രന്ഥത്തിലെ വേദഭാഗങ്ങളെ വ്യാഖ്യാനിക്കുവാനായി സാധിക്കും എന്നുള്ളതാണ്. നാം പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യം, ആദ്യം ഒരു വേദപുസ്തക ഭാഗം നമ്മളെടുത്താൽ നമ്മൾ ഏത് സഭയിലാണ് എന്നുള്ളത് മറക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ ഏത് സഭാവിഭാഗത്തിലായാലും ആ സഭാവിഭാഗത്തിൻ്റെ തിയോളജിക്കൽ ഫ്രെയിം വർക്കിനെ വേദപുസ്തക വ്യാഖ്യാനം വരുമ്പോൾ ഒന്ന് മറക്കണം. കൃത്യമായി ഒരു അക്കാഡമിക് പെർസ്പെക്റ്റീവിൽ വേണം വേദപുസ്തക വ്യാഖ്യാനം നടത്തുവാൻ. ബിബ്ലിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ്റെ കാര്യം വരുമ്പോൾ ഏത് സഭയാണെന്നുള്ളത് മറക്കുക. അത് ഏത് സഭയായാലും മറക്കുക. എന്നിട്ട് ആ വേദപുസ്തക ഭാഗത്തോട് നീതി പുലർത്തുവാനായി ഒരു ശ്രമം നടത്തുകയാണെങ്കിൽ ഒരു 98% ഒരു വേദപുസ്തക ഭാഗത്തെ കൃത്യമായി വ്യാഖ്യാനിക്കാൻ സാധിക്കും. എന്നാൽ നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഡിനോമിനേഷണൽ സ്പിരിറ്റാണ്. ഓരോ ഡിനോമിനേഷനിലും ആളുകൾ ഊറ്റം കൊള്ളുകയാണ്. വേദപുസ്തകത്തോടോ വിശുദ്ധ തിരുവെഴുത്തുകളോടോ യാതൊരു സ്നേഹവുമില്ലാതെ പലപ്പോഴും നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയുടെ ഫ്രെയിം വർക്ക്, ആ തിയോളജിക്കൽ ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ട് ദൈവശാസ്ത്രത്തെയോ അല്ലെങ്കിൽ വേദപുസ്തകത്തിലെയോ അതുപോലെ ഉപദേശത്തെയോ ഡോഗ്മാസൊക്കെ ഉണ്ടാക്കാനുള്ള വലിയ ശ്രമമാണ് നമ്മളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സ്പിരിറ്റ് നമ്മളെ വിട്ടുമാറിയാൽ കൃത്യമായി ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്നുമില്ലെങ്കിലും 95% നമുക്ക് ബൈബിളിനെ ഒന്ന് വ്യാഖ്യാനിക്കാൻ സാധിക്കും. അപ്പോൾ ഹെർമനോട്ടിക്സിൻ്റെ പ്രാധാന്യമാണ് ഞാൻ പറയുന്നത്. ഈ ഹെർമനോട്ടിക്സിൽ നമ്മൾ ചെയ്യുന്ന പ്രക്രിയയാണ് എക്സിജിസിസ്. കൃത്യമായി കാര്യങ്ങളെ പഠിച്ച് പുറത്തു കൊണ്ടുവരാൻ, സത്യത്തെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു വലിയ ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. എൻ്റെ ആത്മീയ ജീവിതത്തിൽ, യാത്രയിൽ, ഇതൊരു യാത്രയാണല്ലോ, എനിക്കൊരുപാട് കാര്യങ്ങൾ തിരിച്ചറിയുവാനായി സാധിച്ചു. പരമ്പരാഗതമായ ഒരു ശൈലി, ആ ശൈലിയിൽ നിന്ന് മാറി നടക്കുവാൻ എനിക്കിടയായിത്തീർന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ലൈവ് വന്ന കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം സത്യത്തെ തിരിച്ചറിയുക അത് ഗവേഷണത്തിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ. റിസർച്ച്, റീറീഡിലൂടെ മാത്രമേ, റീറീഡ് ചെയ്യുക, റീഇൻ്റർപ്രറ്റ് ചെയ്യുക. ഇന്നലകളിൽ കേട്ടത് പലതും അസത്യമാണെങ്കിൽ അത് അസത്യമാണെന്ന് യാതൊരു മടിയും കൂടാതെ വിളിച്ചു പറയുക. അതിനുവേണ്ടി എന്ത് നഷ്ടപ്പെട്ടാലും സാരമില്ല. നമുക്ക് ഒരു യൂണിവേഴ്സൽ സഭയുടെ ഭാഗമാണ്. സഭയൊന്നു മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിഖ്യാ വിശ്വാസ പ്രമാണം അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നിഖ്യാ വിശ്വാസ പ്രമാണമാണ് എൻ്റെ വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം. ആ വിശ്വാസത്തിൽ വളരെ കൃത്യമായി പറയുന്നൊരു കാര്യമുണ്ട്. സഭ ഒന്ന്, ദി യൂണിവേഴ്സൽ ചർച്ച്. അപ്പോൾ ഒറ്റ സഭയാണ്. അങ്ങനെയാണെങ്കിൽ ഒറ്റ വ്യാഖ്യാനമേ ഉണ്ടാകുവാൻ പാടുള്ളായിരുന്നു. എവിടെയാണ് സഭകൾക്ക് വലിയ പരാജയങ്ങൾ സംഭവിച്ചത്? മധ്യകാലഘട്ടത്തിൽ മാത്രമാണോ? നമ്മൾ സാധാരണ ബൈബിൾ വ്യാഖ്യാനങ്ങളുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ മധ്യകാലഘട്ടത്തിലെ സഭ വളരെ അന്ധകാരത്തിലേക്ക് പോയി എന്നും മധ്യകാലഘട്ടത്തിലാണ് സഭയ്ക്ക് മുഴുവൻ അപജയങ്ങൾ വന്നതെന്നും നാം പറയുമ്പോൾ ഞാനതിനെ നിഷേധിക്കുന്നില്ല. ഒരു കാര്യം കൂടെ ഞാൻ ചേർത്ത് പറയാം.
മധ്യകാലഘട്ടത്തിൽ അപജയങ്ങൾ വന്നു എന്നുള്ളത് സമ്മതിക്കുമ്പോൾ തന്നെ മാർട്ടിൻ ലൂതറിൻ്റെ പ്രൊട്ടസ്റ്റൻ്റ് നവീകരണത്തോടെ സഭകളിൽ വീണ്ടും ആയിരക്കണക്കിന് ഉപദേശങ്ങൾ, ദുരുപദേശങ്ങൾ അകത്തേക്ക് ഇരച്ചു കയറി എന്നും നാം പറയേണ്ടി വരും. ഇതെല്ലാം വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ടത്. ചെറിയൊരു വാക്യം, ചെറിയൊരു സെൻറ്റൻസ് കൃത്യമായി വ്യാഖ്യാനിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഉണ്ടായ സഭകളാണ് ഇന്ന് ലോകത്തിൽ കാണുന്ന ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് സഭകൾ. പുതിയ പുതിയ സഭകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ചൈനയിലും കൊറിയയിലും ഒക്കെ എന്തെല്ലാം പേരിലാണ്, എസ്കറ്റോളജിയുടെ പേരിൽ തന്നെ സഭകൾ ഇഷ്ടം പോലെ മുറിഞ്ഞുണ്ടായിക്കൊണ്ടിരിക്കുക. നമുക്കാർക്കും ഒരു സഭയെയും കളിയാക്കാനോ കുറ്റം പറയാനോ സാധിക്കില്ല. കാരണം ഇവിടെ ഉണ്ടായ സഭകളൊക്കെ മിക്കവാറും ഈ പറഞ്ഞ പോലെ ഡിവൈഡഡ് ആയിട്ടുണ്ടായിട്ടുള്ള സഭകളാണ്. മുറിഞ്ഞുണ്ടായ സഭകളാണ്. ഏർലി ചർച്ചിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ 2 സഭകളെ ഉണ്ടായിരുന്നുള്ളൂ. ഈസ്റ്റേൺ ചർച്ചും വെസ്റ്റേൺ ചർച്ചും, കാത്തലിക് ചർച്ച് ആൻഡ് ഓർത്തഡോക്സ് ചർച്ച്. അത് അംഗീകരിക്കാൻ ചിലപ്പോൾ ഒരല്പം ബുദ്ധിമുട്ട് കാണും. യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സത്യം തുറന്നു പറയാൻ ത്രാണി കാണില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സത്യം ഇറ്റേണൽ ആയിരിക്കണം, അത് കോൺസ്റ്റൻ്റ് ആയിരിക്കണം, യൂണിവേഴ്സൽ ആയിരിക്കണം. ഇതൊക്കെയാണ് സത്യത്തെക്കുറിച്ചുള്ള നമ്മുടെ വ്യാഖ്യാനം. അങ്ങനെ തന്നെ ആയിരിക്കണം. അതുകൊണ്ട് വ്യാഖ്യാനശാസ്ത്രത്തിൻ്റെ പ്രാധാന്യത തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുവേണ്ടിയുള്ള ഒരു സീരിയസ് ആയ പഠനം വ്യക്തിപരമായി ഓരോരുത്തരും നടത്തേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ചരിത്രത്തെ ഇന്ന് ഒരുപാട് പേര് റീഇൻ്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. റീഡ് ചെയ്തവരാണ് റീഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ഡീകൺസ്ട്രക്ഷന് വിധേയമായിക്കൊണ്ടിരിക്കുക പല ചരിത്രങ്ങളും. നാം വായിച്ചറിഞ്ഞ പല ചരിത്രങ്ങളും പച്ചക്കള്ളമായിരുന്നു. ഈ കേരളത്തിലെ പല സംഭവങ്ങളുടെയും ചരിത്രങ്ങൾ അങ്ങനെയല്ലായിരുന്നുവെന്ന് പിന്നീട് നമ്മൾ തിരിച്ചറിയും. പല മഹാത്മാരെക്കുറിച്ചുമുള്ള ചരിത്രങ്ങൾ അങ്ങനെയൊന്നും അല്ലായിരുന്നുവെന്ന് നമ്മൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. കാലം ഇതൊക്കെ തെളിയിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ബൈബിൾ വ്യാഖ്യാനത്തിൽ നാം ആത്മാർത്ഥത പുലർത്തുന്നവരായി തീരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ സഭാ സ്പിരിറ്റൊക്കെ ഒന്ന് മാറ്റിവെക്കുക. ഇന്ന സഭയിലാണ്, അത് മറക്കുക, അത് മാറ്റിവെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു പോംവഴി. എന്നിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് റീഡ് ചെയ്യുവാൻ, റീകൺസ്ട്രക്ഷന് ചില കാര്യങ്ങളെ വിധേയമാക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. അനിൽ സാർ ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന 2-3 ചോദ്യങ്ങൾ: ആര് ബൈബിൾ വ്യാഖ്യാനിക്കണം, എന്തിന്, എങ്ങനെ വ്യാഖ്യാനിക്കണം? യഥാർത്ഥത്തിൽ ബൈബിൾ വ്യാഖ്യാനിക്കാനുള്ള അധികാരം സഭയ്ക്കാണ് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സഭ ഇതിനെ കൃത്യമായി വ്യാഖ്യാനിക്കുകയും ഡോക്യുമെൻ്റ് ചെയ്യപ്പെടുകയും അതൊക്കെ ചെയ്തതാണ്. എന്തിന് വ്യാഖ്യാനിക്കണം? കാരണം സത്യം അറിഞ്ഞെങ്കിൽ മാത്രമേ, ആ സത്യത്തിൽ നടന്നെങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സിന് പൂർണ്ണമായ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുകയുള്ളൂ. ഒരു സത്യം നമ്മൾ പൂർണ്ണമായി അറിയുമ്പോൾ, അതിൻ്റെ പൂർണ്ണത അറിയുമ്പോൾ, 100% പെർഫെക്റ്റായിട്ടൊരു സത്യത്തെ തിരിച്ചറിയുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ഒരു വലിയ സന്തോഷമുണ്ട്. എങ്ങനെയാണത് വ്യാഖ്യാനിക്കപ്പെടേണ്ടത്? അത് കൃത്യമായി, സിസ്റ്റമാറ്റിക്കായി, ശാസ്ത്രീയമായി അതിന് ആവശ്യമായ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ വ്യാഖ്യാനിക്കണം. അതിനെക്കുറിച്ചാണ് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, ഇത്രയും ഒരു ഇൻട്രൊഡക്ഷൻ രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ, എത്രമാത്രം പ്രാധാന്യമുണ്ട് ഈ ടൈം ഗ്യാപ്പ്. ഉൽപ്പത്തി പുസ്തകം എഴുതി, ഇന്ന് 2025 ഉൽപ്പത്തി പുസ്തകം നമ്മൾ കൈവച്ചിട്ട് നമ്മൾ അതിനകത്ത് വാക്യമെടുത്ത് ആത്മീക വ്യാഖ്യാനങ്ങൾ നടത്തുകയാണ്. ശരിയാണെന്ന രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. പരിശുദ്ധാത്മാവ് പ്രാർത്ഥനാമുറിയിൽ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്ന കാര്യങ്ങൾ ദൈവം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ജനത്തോടെ ഇത് പറയുമ്പോൾ അവർ മിണ്ടാതിരിക്കുകയാണ്. അവർക്കിത് അറിയത്തില്ല. ദൈവമല്ലേ പറഞ്ഞത്, ദൈവത്തിൻ്റെ ദാസനല്ലേ പറഞ്ഞത്.
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ലേ ബോധ്യപ്പെടുത്തിയത്. ഇനിയും അതിനെ ചോദ്യം ചെയ്താൽ ദൈവദോഷമുണ്ടാകും, ദൈവകോപം ഉണ്ടാകും എന്നൊക്കെ അവർ പേടിച്ചിരിക്കുക. അത് ശരിക്കും പറഞ്ഞാൽ ഒരു തരം പൗരോഹിത്യ മേധാവിത്വം കൂടാണ്. 2025 ഇങ്ങനത്തെ പൗരോഹിത്യ മേധാവിത്വമോ പാസ്റ്റർമാരുടെ മേധാവിത്വമോ ബൈബിൾ പ്രസംഗകരുടെ മേധാവിത്വമോ ഒന്നും ചിലവാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആളുകൾ ബുദ്ധിയുള്ളവരാണ്, ആളുകൾ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നുണകൾ പറഞ്ഞുകൊണ്ട് അത് സത്യമാണെന്ന് വരുത്തി തീർക്കുന്ന പോസ്റ്റ് ട്രൂത്തിൻ്റെ ഒരു അതിപ്രസരം നമുക്ക് കാണാൻ സാധിക്കും എല്ലാ മേഖലകളിലും. നുണകളാണ്, പച്ചയായ നുണകളാണ് പറയുന്നത്. ബൈബിൾ തുറക്കുക, അതിൽ നിന്ന് പച്ചയായ നുണകൾ ഇങ്ങനെ എഴുതുവിടുകയാണ്. ആളുകൾ ഇത് സ്വീകരിക്കുന്നു, സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നു, സ്റ്റേജുകൾ ലഭിക്കുന്നു, അംഗീകാരം ലഭിക്കുന്നു. നുണകൾ പറഞ്ഞുകൊണ്ട് ആളുകളെ വശീകരിക്കുകയും അടിമകളാക്കുകയും ചെയ്യുന്നു. കള്ളം പറഞ്ഞുകൊണ്ട്, പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട്. അത്തരത്തിൽ വ്യാഖ്യാനിക്കുന്നവരാണ് ഇപ്പോൾ 98% ആളുകളും എന്ന് പറയുന്നതിൽ വിഷമമുണ്ട്. 98% ആളുകളും വേദപുസ്തകത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു. 2% ആളുകൾ അതിലെ സത്യമറിയാൻ ശ്രമിക്കുന്നു. സത്യമറിയാനുള്ള അന്വേഷണത്തിൻ്റെ യാത്രയിൽ ചിലപ്പോൾ അസത്യങ്ങളെ സത്യമാണെന്ന് കരുതി പുൽകിയെന്ന് വരാം. എന്നാൽ പിന്നീട് അത് അസത്യമായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ അതിനെ പുറകിലെറിഞ്ഞുകൊണ്ട് മുന്നോട്ടു പോകുന്ന സത്യാന്വേഷകർക്കാണ് കൃത്യമായ പൂർണ്ണതയുള്ള ഉത്തരം ലഭിക്കുന്നത്. അവർക്കാണ് മനസ്സിന് ശാന്തി ലഭിക്കുന്നത്. കാരണം അവർ സത്യത്തെ പൂർണ്ണമായി തിരിച്ചറിഞ്ഞു. അതുകൊണ്ടല്ലേ പറയുന്നത്, യേശു പറഞ്ഞു, ഞാനാണ് സത്യം. 100% ആണ്, പെർഫെക്ഷനാണ്, പെർഫെക്റ്റാണ്. ട്രൂത്ത് ഒരു വ്യക്തിയാണ്. ട്രൂത്ത് എന്ന് പറയുന്ന ഒരു ഫാക്റ്റല്ല, ഇവിടെ ഒരു വ്യക്തിയാണ്. എഴുതപ്പെട്ട എന്തെങ്കിലുമല്ല, ഒരു വ്യക്തി തന്നെയാണ് സത്യം. അതുകൊണ്ട് വളരെ ഗൗരവമുള്ള ഒരു പഠനമാണ് നാം ആരംഭിക്കാനായി പോകുന്നത്. ഒന്നാമത്തെ മേഖലയിലേക്ക് ഞാൻ കടന്നു വരികയാണ്. ഈ എക്സിജിസിസ് ചെയ്യുവാൻ അല്ലെങ്കിൽ എക്സിജിറ്റിക്കൽ സ്റ്റഡി നടത്തുവാൻ ഹെർമനോട്ടിക്സിലെ ബൈബിൾ വ്യാഖ്യാന ശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല, യഥാർത്ഥത്തിൽ അത് പിന്നീട് പറയേണ്ട ഒരു ഭാഗമാണ്. എന്നാൽ ഞാനത് ആദ്യത്തെ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം. എന്താണ് ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം? നമുക്ക് ആ ടൈറ്റിൽ അല്ലെങ്കിൽ ആ ഒരു ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അല്പമെങ്കിലും മനസ്സിലാകുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം, ഈ ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം എന്ന് പറയുന്ന ബൈബിൾ വ്യാഖ്യാനത്തിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു കാര്യമല്ല. ലോകത്തുള്ള ഏത് ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ട ലിറ്റററി വർക്കിനെയും ലിറ്ററേച്ചറിനെയും ചരിത്രത്തെയോ എന്തിനെ വേണമെങ്കിലും ഈ ഒരു ടൂൾ കൊണ്ട് നമുക്ക് അളക്കുവാൻ സാധിക്കും. ഇതൊരു മെഷറിംഗ് റോഡാണ്. കാനോനൈസേഷനെ കുറിച്ച് നമ്മൾ ഈ പറയുമ്പോൾ സാധാരണ പറയാറുണ്ട്, ബൈബിൾ കാനോൻ അല്ലെങ്കിൽ കാനനൈസേഷൻ എന്ന് പറയുന്നത് ഒരു ടൂളാണ്, ഒരു മെഷറിംഗ് റോഡാണ്, ഒരു സ്കെയിലാണ്. അത് വെച്ച് അളക്കുകയാണ് കൃത്യമായി അതിൻ്റെ വെയിറ്റ്, അതിൻ്റെ നീളം, എന്തൊക്കെ നമുക്ക് അളക്കണമോ ആ ഒരു മെഷറിംഗ് റോഡ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അളക്കുകയാണ്. എന്താണ് ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം? ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം ഈസ് എ മെത്തേഡ് ദാറ്റ് അനലൈസസ് ദ ബൈബിൾ within its historical and cultural context to understand its meaning and origins. ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ കോണ്ടെക്സ്റ്റിനെ കുറിച്ച് ഒരു ഗവേഷണം നടത്തുക, കൃത്യമായി പഠനം നടത്തുക. ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്, അതിൻ്റെ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് എന്താണ്? ഈ ഒരു ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം എന്ന് പറയുന്ന ഈ ഒരു മേഖല തന്നെ നമുക്ക് ദിവസങ്ങളോളം ചർച്ച ചെയ്യേണ്ട ഒരു ഏരിയയാണ്. അങ്ങനെ ദിവസങ്ങളോളം ചർച്ച ചെയ്താലും തീരുന്ന ഒരു ഏരിയ അല്ല. എങ്കിൽ പോലും അക്കാഡമിക് മേഖലയിൽ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ലൈവിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഇടാം. ദയവായിട്ട് ഇത് നിങ്ങൾ
ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൊടുക്കുക. പഠിക്കാൻ താല്പര്യമുള്ളവൻ. ഇവിടെ നമ്മൾ ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം അനലൈസ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ബൈബിൾ പാസേജിൻ്റെ, ഒരു പെർട്ടിക്കുലർ ബൈബിൾ വാക്യത്തിൻ്റെ, എങ്ങനെ വേണമെങ്കിലും പറയാം, അല്ലെങ്കിൽ ഒരു ഭാഗത്തിൻ്റെ ഹിസ്റ്റോറിക്കലും കൾച്ചറൽ കോണ്ടെക്സ്റ്റും കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് മനസ്സിലാകണമെങ്കിൽ, കൾച്ചറൽ കോണ്ടെക്സ്റ്റ് മനസ്സിലാകണമെങ്കിൽ, ഇപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാകണം. എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? നമ്മുടെ കയ്യിൽ ആകെപ്പാടെ ഈ മലയാളം ബൈബിൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ബൈബിൾ, ഹിന്ദി ബൈബിളേ ഉള്ളൂ. ബൈബിൾ മാത്രമേ ഉള്ളൂ. നമ്മളെങ്ങനെ മനസ്സിലാകും? ഇത് മോശയാണ് എഴുതിയത് എന്ന് പറയപ്പെടുന്നു. മോശയാണ് എഴുതിയെന്നുള്ളതിൽ യാതൊരു തെളിവും ഇല്ല. കാരണം അന്നത്തെ കാലത്ത് നമുക്കറിയാം, നമ്മളൊന്ന് പുറകോട്ട് ചിന്തിക്കുക, അന്നത്തെ കാലത്ത് എഴുതാൻ സാധിക്കുമോ? ലിപികളില്ലാതിരുന്നൊരു കാലം, പ്രാചീന കാലം. നമുക്കറിയാം, ശിലായുഗത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ അവരിങ്ങനെ കല്ലിലൊക്കെ ഇങ്ങനെ കൊത്തിവെക്കുകയാണ് ഓരോ കാര്യങ്ങൾ. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ ഓറൽ ട്രഡീഷനാണ്, വാമൊഴി പാരമ്പര്യത്തിലൂടെയാണ് അവർ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്. അപ്പോൾ എങ്ങനെ ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. കോണ്ടെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ പ്രാചീന ലോകത്തെക്കുറിച്ചുള്ള കൃത്യമായ അറിവ് നമുക്ക് ആവശ്യമാണ്. ബൈബിൾ സംഭവങ്ങൾ നടക്കുന്ന ലോകം, ആ ലോകത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ആവശ്യമാണ്. ബൈബിൾ സംഭവങ്ങൾ നടക്കുന്നത് മധ്യപൂർവ ദേശത്താണ്. സാധാരണ നമ്മൾ പറയുന്ന ഏൻഷ്യൻ്റ് നിയർ ഈസ്റ്റേൺ രാജ്യങ്ങൾ, മധ്യപൂർവ ദേശത്തെ കൾച്ചറിനെക്കുറിച്ചും അവിടുത്തെ റിലീജിയനെക്കുറിച്ചും അവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റത്തെക്കുറിച്ചും അവിടുത്തെ ഭാഷയെക്കുറിച്ചും കൃത്യമായ ഒരു അറിവ് നേടിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ പഴയ നിയമ സംഭവങ്ങൾ നടക്കുന്ന മധ്യപൂർവ ദേശങ്ങൾ, അതുമായി അടുത്ത് നിൽക്കുന്ന രാജ്യങ്ങളുടെ സംസ്കാരത്തെക്കുറിച്ച് കൃത്യമായി, നമ്മൾ കൾച്ചർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടും. കൾച്ചറൽ കോണ്ടെക്സ്റ്റ് പഠിക്കേണ്ടതുണ്ട്. അവിടെ ഉണ്ടായിരുന്ന മതങ്ങൾ, റിലീജിയൻസിനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. അബ്രഹാമിനെ വിളിക്കുമ്പോൾ മെസപ്പൊട്ടോമിയ സംസ്കാരത്തിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആ മെസപ്പൊട്ടോമിയ മതത്തെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. അതൊന്നും പഠിക്കാതെ ഒരു വാക്യം എടുത്തിട്ട് പരിശുദ്ധാത്മാവ് തന്നാന്ന് പറഞ്ഞാൽ പച്ചക്കള്ളമാണ് പറയുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ജനത്തെ 100% വഞ്ചിക്കുക നല്ല പരിപാടിയാണ്. അപ്പം ഈ ജനത്തെ ഇങ്ങനെ 100% വഞ്ചിക്കുമ്പോൾ നമ്മുടെ പോക്കറ്റിലേക്ക് പൈസ വന്നു കയറും, ഒരു സംശയവും വേണ്ട. അവിടുത്തെ കൾച്ചറൽ കോണ്ടെക്സ്റ്റിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് ഒരു കാലത്തും വെളിപ്പെടുത്താൻ പോകുന്നില്ല. പ്രാർത്ഥനാ മുറിയിൽ പരിശുദ്ധാത്മാവ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ് വെളിപ്പെടുത്തി, റിലീജിയസ് കോണ്ടെക്സ്റ്റ് വെളിപ്പെടുത്തി, അവിടുത്തെ മതങ്ങളെക്കുറിച്ചും അവിടുത്തെ ദൈവങ്ങളെക്കുറിച്ചും ദേവീദേവ സങ്കല്പങ്ങളെക്കുറിച്ചും അവിടുത്തെ ഭാഷയെക്കുറിച്ചും അവിടുത്തെ കലകളെക്കുറിച്ചും അവിടുത്തെ ആർക്കിടെക്ചറിനെക്കുറിച്ചും ഒക്കെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ അടുത്ത കള്ളമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ വരെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്തീയ ശുശ്രൂഷയെ വിൽപ്പന ചരക്കാക്കുന്ന കൺസ്യൂമറിസത്തിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കൺസ്യൂമറിസം, എന്തിനേയും എങ്ങനെ വിറ്റ് ചരക്കാക്കാം, എങ്ങനെ വിറ്റ് അതിനെ ലാഭമാക്കാമെന്ന് ചിന്തിക്കുന്ന കാലഘട്ടത്തിൽ കൺസ്യൂമറിസത്തിൻ്റെ വലിയ സ്വാധീനം മനുഷ്യരിലെല്ലാം വന്നു കഴിഞ്ഞു. വേദപുസ്തക വ്യാഖ്യാനത്തെയാണ് അത് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരിക്കുന്നത് എന്ന് പറയുന്നതിൽ ദുഃഖമുണ്ട്. കാരണം ഒരു ക്രിസ്തീയ ശുശ്രൂഷകൻ പ്രധാനമായിട്ടും ചെയ്യുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത് പാട്ടുപാടുക എന്നുള്ളതല്ല, പ്രധാനമായിട്ടും പ്രസംഗിക്കുക എന്നുള്ളത്. പാട്ടതിൻ്റെ അകത്ത് ഉള്ള ഒരു ഘടകമാണ്, പക്ഷെ പ്രസംഗമാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം, എല്ലാത്തരം ബിസിനസ് തന്ത്രങ്ങളും ഇതിൻ്റെ അകത്ത് എങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് വേദപുസ്തക വ്യാഖ്യാനത്തെ തകിടം മറിക്കാം, പരിശുദ്ധാത്മാവിൻ്റെ പേര് കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട്
എങ്ങനെ പാവപ്പെട്ട ജനത്തെ പറ്റിക്കാം. അങ്ങനെ ഒരു ക്ലാസ് വേണമെങ്കിൽ എനിക്ക് എടുക്കാം, കാരണം അത് അറിയാം. അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്, അത് ചെയ്യാൻ മനസാക്ഷി അനുവദിക്കാത്തതുകൊണ്ടാണ് ഇന്ന് ഇവിടെ വന്ന് ഈ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് പറയുന്നത്. വേറെ എന്തെങ്കിലും ആയിരുന്നു ഒരുപക്ഷെ പറഞ്ഞിരുന്നെങ്കിൽ ആളുകൾ ഒരുപാട് വന്നേനെ. എന്നാൽ ഇങ്ങനെയൊരു സത്യാന്വേഷണത്തിൻ്റെ ഭാഗമായി ഭൂതകാലത്തിലേക്ക് നടന്നുപോയി ആ കാലഘട്ടത്തെ കൃത്യമായി പഠിക്കാൻ ശ്രമിക്കുന്ന ശ്രമകരമായ ഹിമാലയൻ ടാസ്ക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹിസ്റ്റോറിക്കൽ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം. എന്തൊക്കെയാണ് പിന്നീട് മനസ്സിലാക്കേണ്ടത്? അവിടുത്തെ സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം. സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റ്, ഒറിജിനൽ ടെക്സ്റ്റിൻ്റെ മീനിങ് കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ഒറിജിനൽ ടെക്സ്റ്റ് എന്തായിരുന്നു, അന്ന് അവർ പറഞ്ഞത് എന്താണ്? അന്നത്തെ ഓഡിയൻസിന് അത് മനസ്സിലായി, പക്ഷേ ഇന്നത്തെ ഓഡിയൻസിന് അത് മനസ്സിലാകില്ല. ഏൻഷ്യൻ്റ് വേൾഡിൽ അവർ സംസാരിച്ച ഭാഷ ഏതായിരുന്നു? ഇനി ആ ഭാഷയിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ അന്നത്തെ ഓഡിയൻസ് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? വളരെ ശ്രമകരമായൊരു കാര്യമാണ്. അപ്പോൾ ഇന്നിത് വളരെ ലളിതമായിട്ട് ആളുകൾ പറയുന്നത്, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ചെവിക്കകത്ത് വന്ന് പറഞ്ഞു, ഞാനത് എഴുതി വെച്ചു, നിങ്ങൾക്കിന്ന് ചൂടപ്പം പോലെ ഞാൻ തരികയാണ്, ഇന്നാ പിടിച്ചോ എന്ന് പറയും. ഇതൊന്നും അറിയാത്ത പാവപ്പെട്ട ജനം, ഇതിനെക്കുറിച്ച് ABCD അറിയാൻ വയ്യാത്ത പാവങ്ങൾ ഇതെല്ലാം സ്വീകരിച്ചവർ ഭയങ്കര എക്സൈറ്റഡായിട്ട് കടന്നു പോകും. എല്ലാ സഭകളിലും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഇത് കൂടുതൽ സംഭവിക്കുന്നത് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു, നോൺ ലിറ്റർജിക്കൽ ചർച്ചസിലാണ്. ലിറ്റർജിയുള്ള സഭകളിൽ ഇത് സംഭവിക്കില്ല, കാരണം കൃത്യമായി എഴുതപ്പെട്ട ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ട ഒരു ലിറ്റർജി ഉണ്ട്. അവിടെയും പ്രസംഗമുണ്ട്, അവിടെയും ഇത് സംഭവിക്കും, അവിടെയും ഇത് സംഭവിക്കുന്നുണ്ട്. പക്ഷേ കുറവാണ് സംഭവിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഈ ലിറ്റർജി ഉള്ള സഭകളിൽ ഇതുപോലുള്ള തെറ്റായ വേദപുസ്തക വ്യാഖ്യാനങ്ങൾ കുറവാണ്, എന്നാൽ അവിടെയും സംഭവിക്കുന്നുണ്ട്. എന്നാൽ നോൺ ലിറ്റർജിക്കൽ ചർച്ചസിൽ വന്നിരിക്കുമ്പോൾ മുതൽ അവസാനം പോകുന്നതും വരെ ഇത് നമുക്ക് കാണാൻ, പ്രത്യേകിച്ച് നമ്മൾ വെറുതെ ഒന്ന് സോഷ്യൽ മീഡിയ ഒന്ന് നോക്കിയാൽ മതി, നമുക്കിതുപോലുള്ള വ്യാഖ്യാനങ്ങൾ കാണാൻ സാധിക്കും. അടുത്തതായിട്ട് ഇതിൻ്റെ കോർ പ്രിൻസിപ്പിൾസ് എന്താണ്? പ്രധാനമായിട്ട് ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസത്തിൽ നമ്മൾ അതിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾ, കോർ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് കോണ്ടെക്ച്വലൈസേഷനാണ്. കോണ്ടെക്സ്റ്റിനെ മനസ്സിലാക്കിയാണ്. ഹിയർ ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം എംഫസൈസസ് അണ്ടർസ്റ്റാൻഡിങ് ദ ബൈബിൾസ് ടെക്സ്റ്റ് വിത്തിൻ ദെയർ സ്പെസിഫിക് ഹിസ്റ്റോറിക്കൽ കൾച്ചറൽ ആൻഡ് സോഷ്യൽ സെറ്റിംഗ്. അവിടെയുള്ള ഹിസ്റ്റോറിക്കൽ കൾച്ചറൽ സോഷ്യൽ സെറ്റിങ്ങിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുക. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഞാൻ എക്സാമ്പിൾ പറഞ്ഞാണ് ഉൽപ്പത്തി പുസ്തകം. ഉൽപ്പത്തി പുസ്തകം എന്നാണ് എഴുതിയെന്ന് പോലും ആർക്കും അറിയില്ല, ആരാണ് എഴുതിയെന്ന് പോലും അറിയത്തില്ല. ചിലരങ്ങ് ശഠിക്കുകയാണ്, മോശയാണ് എഴുതിയത്, മോശയല്ല എഴുതിയെന്നുള്ളത് എല്ലാ സ്കോളേഴ്സിനും അറിയും. ഇതിനകത്തൊരു വലിയ പ്രശ്നമുള്ളത്, ഈ എല്ലാ മേഖലകളിലും വളരെ ലിബറലായി ചിന്തിക്കുന്ന സ്കോളേഴ്സുണ്ട്, വളരെ കൺസർവേറ്റീവായി നാരോ മൈൻഡായിട്ട് ഇടുങ്ങിയ ചിന്താഗതിയോടെ ചിന്തിക്കുന്ന സ്കോളേഴ്സും ഉണ്ട്. ഇതിൽ നമ്മൾ ഒരു ബാലൻസ് കീപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് കൃത്യമായ ഒരു ഇൻഫർമേഷൻ, സത്യം അറിയുക എന്നുള്ള ആ ഒരു ചിന്തയോടെ മാത്രം ഇതിനെ സമീപിക്കുന്നവരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഉൾപ്പെട്ട് നിൽക്കുന്ന, ഞാൻ ആദ്യം പറഞ്ഞു, ഉൾപ്പെട്ട് നിൽക്കുന്ന സഭ ഏത് എന്നുള്ളത് അവർക്കൊരു വിഷയമല്ല. അവർ ഇതിൻ്റെ കൃത്യമായ അർത്ഥം അറിയാനായിട്ട് ശ്രമിക്കുന്നു, ഇതിൻ്റെ കൾച്ചറൽ കോണ്ടെക്സ്റ്റ്, സോഷ്യൽ സെറ്റിംഗ് പഠിക്കാൻ ശ്രമിക്കുന്നു. അടുത്തത് ഇതിൻ്റെ ഒരു കോർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന റീകൺസ്ട്രക്ഷനാണ്. ഇറ്റ് സീക്സ് ടു റീകൺസ്ട്രക്ട് the historical circumstances surrounding the text creation, including the author, audience and purpose. അവരെ ശ്രമിക്കുന്നത് ഇതിനെ ഒന്ന് റീകൺസ്ട്രക്റ്റ് ചെയ്യുവാൻ ശ്രമിക്കുന്നു. ആ ടെക്സ്റ്റിൻ്റെ ക്രിയേഷൻ എങ്ങനെയാണ്, ഓരോ വാക്കുകളെയും എടുത്ത് പഠിക്കാൻ ശ്രമിക്കാൻ. ടെക്സ്റ്റിൻ്റെ ക്രിയേഷൻ എങ്ങനെയാണ്, ടെക്സ്റ്റ് ക്രിയേറ്റായി, അതുപോലെ ഓതർ ആരാണ്,
അതൊരു പ്രധാനപ്പെട്ട കാര്യം. ഒരു ബുക്ക് വാങ്ങിച്ചാൽ ഞാൻ ആദ്യം നോക്കുന്ന ഓഥർ ആരാണ്, ഓഥറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഓഥർ എവിടെയാണ് പഠിച്ചത്, ഏത് സ്കൂൾ ഓഫ് തോട്ടാണ് ഓഥർ പിന്തുടരുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം ഇങ്ങനെ സെർച്ച് ചെയ്തു. ഒരാൾ എനിക്കൊരു പ്രസംഗം അയച്ചു. ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗത്തു നിന്നുള്ള പ്രസംഗമാണ്. ഞാൻ പെട്ടെന്ന് ആ പ്രസംഗം കേൾക്കാൻ പോയില്ല. ഓഥർ ഒരു അമേരിക്കൻ പ്രസംഗകനാണ്, ഭയങ്കര തീപ്പൊരി പ്രസംഗമാണ്. ഞാൻ പെട്ടെന്ന് ഗൂഗിളിൽ പോയിട്ട് ഓഥർ ആരാന്ന് നോക്കി, അദ്ദേഹം എവിടെയാണ് പഠിച്ചത് എന്ന് നോക്കി. അദ്ദേഹം ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്, തിയോളജി പഠിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഒരു ബാപ്റ്റിസ്റ്റുകാരനാണ്. കുറച്ചുകൂടെ നോക്കിയപ്പോൾ അദ്ദേഹം ഒരു റിഫോംഡ് ബാപ്റ്റിസ്റ്റുകാരനാണ്, സാധാ ബാപ്റ്റിസ്റ്റ് അല്ല. നമ്മൾ ബാപ്റ്റിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒറിജിനൽ ബാപ്റ്റിസ്റ്റ് എന്ന് പറയുന്നത് സതേൺ ബാപ്റ്റിസ്റ്റ് കൺവെൻഷൻ, അമേരിക്കയിലെ സതേൺ ബാപ്റ്റിസ്റ്റ് കൺവെൻഷനിൽപ്പെട്ട ആളാണ് ഒറിജിനൽ ബാപ്റ്റിസ്റ്റ്. പെട്ടെന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ തിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കിയപ്പോൾ അദ്ദേഹം കാൽവിനിസം പിന്തുടരുന്ന ആളാണ്. കാൽവിനിസം, ജോൺ കാൽവിൻ്റെ തിയോളജി പിന്തുടരുന്ന ആളാണ്. കാൽവിനിസം പിന്തുടരുന്ന ആളാണ്. അപ്പം കാൽവിനിസം പിന്തുടരുന്ന ആൾ കാൽവിനിസ്റ്റിക് തിയോളജി അനുസരിച്ച് ആ ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ നടത്തുന്നത്. അർമേനിയനിസം പിന്തുടരുന്ന ആൾക്കാരുണ്ട്, അവർ ആ ഫ്രെയിം വർക്കിലായിരിക്കും. ബാപ്റ്റിസ്റ്റ് തിയോളജി ആണെങ്കിൽ അങ്ങനെ ആയിരിക്കും. ബാപ്റ്റിസ്റ്റുകാർ മിക്കവാറും ഈ പറഞ്ഞ ഈ കാൽവിനിസം ഒക്കെയാണ് പിന്തുടരുന്നത്. ഇനി ഒരു ഓർത്തഡോക്സുകാരനാണെങ്കിൽ ഓർത്തഡോക്സ് തിയോളജിക്കൽ ഫ്രെയിം വർക്കിലായിരിക്കും ഇൻ്റർപ്രിട്ടേഷൻ നടത്തുക. ആംഗ്ലിക്കൻ പ്രൊട്ടസ്റ്റൻ്റ് ആണെങ്കിൽ അങ്ങനെ ആയിരിക്കും. റിഫോംഡ് ചർച്ചസ് ഉണ്ട്, അവരങ്ങനെ ആയിരിക്കും. മെത്തഡിസ്റ്റുകാരാണെങ്കിൽ വെസ്ലിയൻ തിയോളജി ആയിരിക്കും അവരുടെ. ഹെർമനോട്ടിക്സ് പഠിക്കുന്നുണ്ട്, വ്യാഖ്യാന ശാസ്ത്രം പഠിക്കുന്നുണ്ട്. പക്ഷേ കുഴപ്പം എന്നാണെന്നറിയോ, സെമിനാരി പഠിക്കും, തിയോളജിക്കൽ കോളേജിൽ പഠിക്കും. പക്ഷേ പ്രശ്നം എന്താ, നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയിലേക്ക് വന്നിട്ട് ആ പുൾപ്പിറ്റ് നിൽക്കുമ്പോൾ അവിടുത്തെ ആ ഫ്രെയിം വർക്കിൽ അവിടെ വേണ്ടിയതായിരിക്കും നമ്മൾ പറയുന്നത്. അവിടെയാണ് ഒരു വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. അവിടെയാണ് നമുക്ക് റിയാലിറ്റി എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഈ തരത്തിൽ ഒരു സ്വതന്ത്രമായ ഹെർമനോട്ടിക്സ്, നമ്മൾ ഫ്രീലാൻസ് എന്നൊക്കെ പറയുന്നത്, സ്വതന്ത്രമായി ഒരു ചട്ടക്കൂട്ടിലും നമ്മളെ ഒതുക്കാൻ സാധിക്കരുത്. ആ തരത്തിലുള്ള ഒരു ബൈബിൾ പഠനം. അങ്ങനെ ബൈബിൾ പഠനം നടത്തിയപ്പോൾ എനിക്ക് ലഭിച്ച എനിക്കെന്നല്ല, ലോകത്തിൽ ആകമാനമുള്ള ഇങ്ങനെ പഠിക്കാൻ ശ്രമിക്കുന്നവർ വിപ്ലവകരമായി നമ്മളെ ഞെട്ടിക്കുന്ന, നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്ന ചിന്തകളാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നത്. റീകൺസ്ട്രക്ഷൻ ചെയ്യപ്പെടുന്നു, മൈൻഡ് റീകൺസ്ട്രക്ഷൻ ചെയ്യപ്പെടുന്നു. ഇനി അടുത്തത് സോഴ്സ് അനാലിസിസാണ്. സോഴ്സ് അനാലിസിസ്, റീകൺസ്ട്രക്ഷൻ, കോണ്ടെക്ച്വലൈസേഷന്, സോഴ്സ് അനാലിസിസ്. എന്താണ് സോഴ്സ് അനാലിസിസ്? ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മറന്നു പോകരുത്, കോർ പ്രിൻസിപ്പിൾസ് ഓഫ് ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം. സോഴ്സ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് എക്സാമിൻസ് ദ ടെക്സ്റ്റ് സോഴ്സസ്. എവിടെ ഇതിൻ്റെ സോഴ്സ് എന്താണ്? ഈ പ്രാചീന ഭാഷയാണ്, ലിപി പോലും ഇല്ലാത്ത കാലം. നമുക്ക് പഴയ നിയമത്തിൽ നോക്കിയാൽ ഈ എബ്രായ ഭാഷയ്ക്ക് ലിപികളില്ലായിരുന്നു, ചിത്രലിപികളായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ചിത്രങ്ങൾ വരച്ചായിരുന്നു. ഇന്ന് നമ്മൾ ഹീബ്രു ഭാഷ പഠിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇന്ന് നമുക്ക് കാണുന്ന ഹീബ്രു അല്ല ഒറിജിനൽ ആ കാലഘട്ടത്തിൽ പ്രാചീന ലോകത്തിലുണ്ടായിരുന്ന ഹീബ്രു. ഈ പ്രാചീന ലോകം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴും പലർക്കും പിടികിട്ടിട്ടില്ല, തലയ്ക്കകത്ത് കയറിയിട്ടില്ല. അവർ ചിന്തിക്കുന്നത് ബൈബിൾ ഇങ്ങനെ 1947 സെറ്റ് ചെയ്തൊരു പുസ്തകമാണെന്നാണ് ചിന്തിക്കുന്നത്. 66 പുസ്തകവും ദൈവം മേളിയിൽ എല്ലാം എഴുതി ഉണ്ടാക്കി തയ്യാറാക്കി താഴെ പ്രിൻറ്റിങ് പ്രസ്സിലോട്ട് വിട്ടതാണെന്നാണ് ചിന്തിക്കുന്നത്. ആ തരത്തിലൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരിക്കലും ഞാനീ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രയാസം. അപ്പോൾ ഇതിനെല്ലാം വാക്യങ്ങളുണ്ടെന്നുള്ളതാണ് ഭയങ്കര രസം. അപ്പം എന്ത് വാക്യമാണുള്ളത്? ദൈവത്തിൻ്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കും. എൻ്റെ വചനത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ ഒന്നും മാറി പോകത്തില്ല, വള്ളിയും പുള്ളിയൊന്നും മാറിപ്പോകത്തില്ല. ഇങ്ങനെയുള്ള കുറച്ച് വാക്യങ്ങൾ, ഇതൊന്നും അല്ല, ഇനി ഒരുപാട് വാക്യങ്ങൾ എടുക്കും. ഈ വാക്യങ്ങളെല്ലാം എടുത്തു മാറ്റി പറയും, ഇതെല്ലാം സ്വർഗത്തിൽ എന്ത് ചെയ്തിരിക്കുക. ഇപ്പോൾ ബൈബിളെന്ന് പറയുന്നത് സ്വർഗത്തിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതാണ്. പിന്നെ താഴെയുള്ള പ്രിൻറ്റിങ്, ഇപ്പോൾ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രിൻറ്റിങ് പ്രസ്സിലോട്ട് കൊടുത്തു, അവിടെ നിന്ന് പ്രിൻ്റ് ചെയ്യപ്പെട്ടു എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവരെ ഒന്നും നന്നാക്കാൻ വലിയ പ്രയാസമാണ്.
അവിടെ നമ്മൾ ഈ പറയുന്ന ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം ഒന്നും വില പോവില്ല. എന്നാൽ സത്യാന്വേഷണം നടത്താൻ ആഗ്രഹിക്കുന്നവർ ഒരു റീഡ് ചെയ്യാൻ റീതിങ്ക് ചെയ്യുമല്ലോ. നമ്മൾ എന്തെല്ലാം കാര്യങ്ങളെ നമ്മൾ റീതിങ്ക് ചെയ്യും, എന്തെല്ലാം കാര്യങ്ങളെ നമ്മൾ റീഡ് ചെയ്യാറുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ റീകൺസ്ട്രക്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ബൈബിളിൻ്റെ കാര്യത്തിൽ മാത്രം ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് നമ്മളിങ്ങനെ അതിന് ആമേൻ പറഞ്ഞ് അത് ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. സോഴ്സ് അനാലിസിസ് എന്താണെന്ന് ഒന്നുകൂടെ പറയാം. ഇറ്റ് എക്സാമിൻസ് ദ ടെക്സ്റ്റ് സോഴ്സസ് ഇൻക്ലൂഡിങ് അതർ ഏൻഷ്യൻ്റ് ടെക്സ്റ്റ് ആൻഡ് ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റ്സ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് കമ്പോസിഷൻ. മനസ്സിലായി കാണുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതിൻ്റെ അകത്ത് വലിയ പ്രയാസമുള്ള കാര്യങ്ങളൊന്നുമില്ലല്ലോ. ഏൻഷ്യൻ്റ് ടെക്സ്റ്റുകൾ പഠിക്കേണ്ടത് ആവശ്യമാണ്, ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ ഈ പഴയ നിയമം പഠിക്കണമെങ്കിൽ എന്തൊക്കെ പഠിക്കണം അതൊന്ന് പറയാം. ഇത് പറഞ്ഞു വന്നപ്പോൾ ഈ സോഴ്സ്, പഴയ നിയമം തുറക്കണമെങ്കിൽ, പഴയ നിയമം പഠിക്കണമെങ്കിൽ ഏൻഷ്യൻ്റ് മതങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിച്ചിരിക്കണം. പ്രാചീന ലോകത്തുണ്ടായിരുന്ന മതങ്ങളുടെ ചരിത്രം, അവരുടെ ആരാധന, അവരുടെ ദേവീദേവന്മാർ, ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അവരുടെ കൾച്ചർ പഠിച്ചിരിക്കണം, അവരുടെ റിലീജിയൻ പഠിച്ചിരിക്കണം. അത് പഠിക്കാതെ ഒരിക്കലും പഴയ നിയമത്തിലെ ഒരു ഭാഗം പോലും വ്യാഖ്യാനിക്കാൻ പറ്റുകയില്ല. അങ്ങനെ പറ്റുന്നെങ്കിൽ നമ്മൾ വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാനം 100% തെറ്റായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. ഈ വേദപുസ്തകത്തിൻ്റെ ഓരോ ഭാഗങ്ങളെടുത്ത് ഞാനും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. ആ പരിപാടിയെല്ലാം ഞാൻ നിർത്തി, മുഴുവൻ പരിപാടിയും നിർത്തി, ദുർവ്യാഖ്യാനം ചെയ്യുന്ന പരിപാടി നിർത്തി. ആത്മീയത എന്താണെന്ന് നാം മനസ്സിലാക്കുമ്പോൾ നമ്മളൊരു കൃത്യമായ ട്രാക്കിലേക്ക് എത്തിപ്പെടും. അപ്പം ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് തുറക്കണമെങ്കിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏൻഷ്യൻ്റ് നിയർ ഈസ്റ്റേൺ വേൾഡിലുള്ള ലോകത്തിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കണം. ഇസ്രായേൽ ജനം അവിടെ പാർക്കുമ്പോൾ അവരുടെ ചുറ്റുമുണ്ടായിരുന്ന മറ്റ് ജനവിഭാഗങ്ങളുണ്ട്. നമ്മൾ അവരെ ജാതികളെന്നാണ് പറയുന്നത്. ഇന്നത്തെ കാലത്ത് ആ വാക്ക് ഉപയോഗിക്കാറില്ല. ചില ആൾക്കാർ പറയും അവർ ജാതികളാണ് പറയും. ദൈവശാസ്ത്ര മേഖലയിൽ ഇന്ന് അങ്ങനെ ഒരു പദം ഉപയോഗിക്കാറില്ല. ക്രിസ്ത്യാനികളല്ലാത്തവരൊക്കെ ജാതികളാണ്. പിന്നെ ചില സഭാവിഭാഗങ്ങളുണ്ട്, അവർക്കും അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അവരുടെ സഭയിലില്ലാത്തവർ ജാതികളാണെന്ന് പറയും. ഒരു തീവ്രവാദ മനോഭാവത്തോടെ നടക്കുന്ന ചില ആൾക്കാരുണ്ട്, അവരുടെ സഭയിൽപ്പെടാത്തവരെയും ജാതികളെന്ന് വിളിക്കും. ഇസ്രായേലിൻ്റെ ചുറ്റും ഉണ്ടായിരുന്നവരെ ഇപ്പം നമ്മൾ ഇന്നത്തെ ഒരു ദൈവശാസ്ത്ര ലോകം അതർ റിലീജിയൻസ് എന്നാണ് പറയുന്നത്. പാഗൺ എന്നുള്ള വാക്ക് ഇപ്പം എല്ലാ ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്നും എഴുത്തുകളിൽ നിന്നും എല്ലാം മാറ്റി പാഗൺസ് എന്ന് പറയാറില്ല. പാഗൺസ് എന്ന് പറയാൻ പാടില്ല. ജാതികൾ, ജെൻഡൈൽസ് എന്നും പറയാൻ പാടില്ല. പിന്നെ എങ്ങനെ അതർ റിലീജിയൻ, മറ്റ് മതത്തിൽപ്പെട്ട, അങ്ങനെ ഒരുപാട് മതങ്ങൾ, വിശ്വാസങ്ങളുള്ള ഒരു ലോകത്താണ് ഇസ്രായേൽ ജനം അവിടെ പാർത്തത്. അവരുടെ ചുറ്റുപാട് ഒരുപാട് ജനങ്ങളുണ്ട്. അവിടെ എല്ലാം വിശ്വാസങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്, ദേവ സങ്കല്പങ്ങളുണ്ട്. അതല്ലേ പറയുന്നത് ദൈവം ദൈവസഭയിൽ നിൽക്കുന്നു, അവൻ ദേവന്മാരെ ന്യായം വിധിക്കുന്നു. പലരും ഈ വാക്യമൊക്കെ എടുത്ത് എന്തോ ദുർവ്യാഖ്യാനമായി ചെയ്യുന്നു. കൗൺസിൽ ഓഫ് ഗോഡ്, ദൈവം ദൈവസഭയിൽ നിൽക്കുന്നു. ദൈവം ദേവന്മാരെയൊക്കെ ഇങ്ങനെ ദേവസഭയിൽ നിൽക്കുന്നതാണ്, ദൈവസഭയിലും അല്ല, ദേവസഭയാണ്. അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഇംഗ്ലീഷിൽ കൃത്യമായി, ഇംഗ്ലീഷോ ഗ്രീക്കോ ഹീബ്രോ ലാറ്റിനോ എന്ത് വേണമെങ്കിലും നോക്കാം. ഞാൻ പറഞ്ഞു ബൈബിൾ ഹബ് എന്ന് പറഞ്ഞ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ നല്ലൊരു വെബ്സൈറ്റ് ഉണ്ട്. അത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ എല്ലാ ഭാഷകളിലും വായിക്കാം, ഒറിജിനൽ അർത്ഥമൊക്കെ അറിയാം. അതിൻ്റെ അകത്ത് കൺകോർഡൻസും ഗ്രീക്കും ഹീബ്രു എല്ലാം ഉണ്ട്. ദൈവം ദേവസഭയിൽ നിൽക്കും, സുപ്രീം കോടതിയാണ്. ദേവന്മാരെയൊക്കെ ന്യായം വിധിക്കുക, ദേവന്മാർ കാണിച്ച തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിക്കൊണ്ട് അവരെയൊക്കെ റെഡിയാക്കുകയാണെന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളങ്ങനെയൊന്നും അല്ല. അതിനെ ദേവന്മാരെ ന്യായം വിധിക്കുന്നു പറഞ്ഞാൽ ദേവന്മാരെല്ലാം തകർക്കുക, എല്ലാം ഭയങ്കര ഉന്മൂലം, നാശം വരുത്തുക എന്നുള്ള ചിന്തയാണ്. നമുക്ക് കൂടുതൽ ഈ നാശം വരുത്തുന്ന ദൈവത്തെയാണ് കൂടുതൽ താല്പര്യം. എൻ്റെ വിശ്വാസത്തിലല്ലെങ്കിൽ എൻ്റെ കൂട്ടായ്മയിലല്ലാത്ത, ക്രിസ്ത്യാനി അല്ലാത്ത എല്ലാവരെയും ഇങ്ങനെ ഉന്മൂലനാശം വരുത്തുന്നൊരു ദൈവത്തെ, ഇതൊക്കെ എവിടെ നിന്നാണ് കടന്നു വന്നതെന്നൊക്കെ നമ്മൾ പിന്നീട് ചിന്തിക്കും. അതുകൊണ്ടാണ് ഈ വ്യാഖ്യാനം കൃത്യമാകണമെന്ന് പറയും.
സോഴ്സ് അനാലിസിസ് നടത്തണം, ഏൻഷ്യൻ്റ് ടെക്സ്റ്റുകൾ പരിശോധിക്കണം. അതായത് ഈ പഴയ നിയമ ഇസ്രായേലുമായി ചുറ്റിപ്പറ്റിയുള്ള മതങ്ങളെയും കുറിച്ചും അവരുടെ സംസ്കാരങ്ങളെ കുറിച്ചുമുള്ള ഏൻഷ്യൻ്റ് ടെക്സ്റ്റുകൾ, ഒരുപാട് ടെക്സ്റ്റുകളുണ്ട്. ഞാനതിലേക്കൊന്നും പോകുന്നില്ല. അതൊക്കെ നമ്മൾ വേറെ ഒരു സബ്ജക്റ്റായിട്ട് എടുക്കേണ്ടി വരും. കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റ്സ് എടുക്കേണ്ടി വരും ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് കമ്പോസിഷൻ. കമ്പോസ് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗത്തെ നമ്മൾ കൃത്യമായി സോഴ്സ് അനാലിസിസിലൂടെ പരിശോധിക്കണം, സ്കാൻ ചെയ്യണം. അടുത്തതാണ് ലിറ്റററി അനാലിസിസ് എന്ന് പറയും. ലിറ്റററി അനാലിസിസ് ഇറ്റ് കൺസിഡേഴ്സ് ദ ലിറ്റററി ഫോംസ് ആൻഡ് ജെൻസ്, അല്ലെങ്കിൽ ലിറ്റററി ഫോംസ് അല്ലെങ്കിൽ റിട്ടോറിക്കൽ സ്റ്റൈൽസ് പരിശോധിക്കണം. റിട്ടോറിക്കൽ സ്റ്റൈൽസ് യൂസ്ഡ് ഇൻ ദ ബൈബിൾ. അനലൈസിങ് ഹൗ ദീസ് ഫോംസ് കോൺട്രിബ്യൂട്ട് ടു ദ ടെക്സ്റ്റ് മീനിങ്. റിട്ടോറിക്കൽ ഡിവൈസസ് നമുക്കറിയാം, നമുക്കെല്ലാം അറിയാവുന്ന ഒരു എക്സാമ്പിളാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അലിഗറി, സിനണിം. ആയിരക്കണക്കിന് റീറ്റോറിക്കൽ ഡിവൈസസ് ലിറ്ററേച്ചറിലുണ്ട്, ഏതൊരു ഡോക്യുമെൻറ്റിലും ഉണ്ട്. നമ്മളൊരു മലയാളം പത്രം എടുത്ത് വായിച്ചാൽ അതിൻ്റെ അകത്ത് ഒരുപാട് ലിറ്റററി ഡിവൈസസ് ഉണ്ട്, റീറ്റോറിക്കൽ ഡിവൈസസ് ഉണ്ട്. ഏത് സെൻറ്റൻസിലും, ഭാഷയിലെല്ലാം ഉണ്ട്, നമ്മുടെ സംസാരത്തിൽ അല്ലേ. സാദൃശ്യപ്പെടുത്തി പറയുക, ഉപമ, അലങ്കാരം, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ ആ ടെക്സ്റ്റിനെ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. എല്ലാത്തിനെയും ലിറ്ററലായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. ബൈബിളിലെ പല ഭാഗത്തിനെയും ലിറ്ററലായിട്ട് എടുക്കുന്ന ആളുകളുണ്ട്. എന്ത് ചെയ്യാൻ, അവരോടൊന്ന് അവരെ മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷെ പഠിക്കാൻ തയ്യാറാകുന്ന, ഒരു മാറ്റത്തിന് വേണ്ടി കുതിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ബോധ്യതയൊന്നുമില്ല, എനിക്ക് അറിവുകേടുണ്ട്, ഒരു ഇഗ്നോറൻ്റ് ആണെന്ന് ഞാനെന്ന് സമ്മതിക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഈ ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തഡോളജീസാണ് ഇനിയും പറയാൻ പോകുന്നത്. ദ കീ മെത്തഡോളജീസ്. ഈ ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തഡോളജീസ് എന്തൊക്കെയാണ്? അത് കഴിഞ്ഞ ദിവസം ഞാൻ ഒന്ന് പറഞ്ഞു വിട്ടു. അതിലൊന്നാമത്തേതാണ് ടെക്സ്ച്വൽ ക്രിറ്റിസിസം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. എന്താണ് ടെക്സ്ച്വൽ ക്രിറ്റിസിസം? ഇറ്റ് എക്സാമിൻസ് ദ ഡിഫറെൻറ്റ് മാനുസ്ക്രിപ്റ്റ് വേർഷൻസ് ഓഫ് ദ ബൈബിൾ ടു എസ്റ്റാബ്ലിഷ് ദ മോസ്റ്റ് റിലയബിൾ ടെക്സ്റ്റ്. ദ മോസ്റ്റ് റിലയബിൾ ടെക്സ്റ്റ് കണ്ടെത്താൻ വേണ്ടി, അത് ഏതാണോ കൃത്യമായ, കൂടുതൽ ആക്യുറേറ്റായ വ്യാഖ്യാനം എന്ന് കണ്ടെത്താൻ മാനുസ്ക്രിപ്റ്റുകൾ പരിശോധിക്കണം. നമുക്കറിയാം, ഇതെല്ലാം തന്നെ ഗൂഗിളിൽ ലഭ്യമാണ്. നിങ്ങൾ ഏൻഷ്യൻ്റ് മാനുസ്ക്രിപ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ കോഡക്സ് വത്തിക്കാനസ് പോലെയുള്ള 4-ാം നൂറ്റാണ്ട് മുതലുള്ള ബൈബിൾ മാനുസ്ക്രിപ്റ്റുകൾ അവൈലബിൾ ആണ്. ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റികളിലൊക്കെ പഴയ മാനുസ്ക്രിപ്റ്റുകൾ വെച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും മാനുസ്ക്രിപ്റ്റുകളുടെ കസ്റ്റോഡിയൻസ് എന്ന് പറയുന്നത് കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭയുമാണ്. ഏറ്റവും പഴക്കമുള്ള എല്ലാ മാനുസ്ക്രിപ്റ്റുകളും ഇന്ന് സ്വന്തമായിട്ട് കൈവശമുള്ള 2 സഭകളെ ഇന്ന് ലോകത്തിലുള്ളൂ. അതിൽ ഈ വത്തിക്കാൻ മ്യൂസിയത്തിലുണ്ട്. വത്തിക്കാനും അല്ലെങ്കിൽ അതുപോലുള്ള ഈ സഭകൾ പലതും പല മാനുസ്ക്രിപ്റ്റുകളും യൂണിവേഴ്സിറ്റികൾക്കൊക്കെ അവരുടെ മ്യൂസിയത്തിനൊക്കെ കൈമാറിയിട്ടുണ്ട്. അപ്പം മാനുസ്ക്രിപ്റ്റുകൾ അത് കൃത്യമായി പഠിക്കണം. പഴയ മാനുസ്ക്രിപ്റ്റ്, നമുക്കറിയാം മാനുസ്ക്രിപ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, ഇത് ഏത് കാലഘട്ടത്തിലെ കാര്യമാണ്? പേപ്പർ ഉണ്ടായിരുന്ന കാലമാണോ? പലതും നശിപ്പിക്കപ്പെട്ടു. അത് ഗവേഷകരും അതിനെ ഒരുപാട് അധ്വാനിച്ച് അത് പോളിഷ് ചെയ്ത് അതിൻ്റെ പല ഭാഗങ്ങളും നശിപ്പിക്കപ്പെട്ടു. ഈ കഴിഞ്ഞ അടുത്ത കാലത്ത് ഓർത്തഡോക്സ് പള്ളിയിൽ, എവിടെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, സിറിയയിലാണെന്ന് തോന്നുന്നു, ഐസിസ് തീവ്രവാദികൾ നടത്തിയ ഒരു ആക്രമണത്തിൽ ഒരു ഓർത്തഡോക്സ് പള്ളി നശിപ്പിക്കപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന ഒരു അച്ഛൻ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. അദ്ദേഹം കരയുകയാണ്. കാരണം അദ്ദേഹം കരയുന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല, ആ പള്ളിയിൽ ഏൻഷ്യൻ്റ് മാനുസ്ക്രിപ്റ്റുകൾ ഉണ്ടായിരുന്നു. അതായത് ബൈബിളിൻ്റെ, സ്ക്രിപ്ചറിൻ്റെ ഏൻഷ്യൻ്റ് മാനുസ്ക്രിപ്റ്റുകൾ ആ പള്ളിയിലുണ്ടായിരുന്നു. ഒരുപാട് ഏൻഷ്യൻ്റ് ഡോക്യുമെൻറ്റ്സ്, സഭാപരമായ ഡോക്യുമെൻറ്റ്സ്, അതെല്ലാം തന്നെ നശിച്ചുപോയി. അദ്ദേഹം കരയുകയാണ്, പൊട്ടിക്കരയുകയാണ്. നെഞ്ചോട് ചേർത്ത് വെച്ച മാനുസ്ക്രിപ്റ്റുകളാണ് ബൈബിളിൻ്റെ പല പ്രതികൾ. അതുപോലെ സഭാ പിതാക്കന്മാർ, അപ്പോസ്തോലിക പിതാക്കന്മാരുടെ ലേഖനങ്ങൾ, മറ്റ് പല ഡോക്യുമെൻറ്റ്സ് പോയി. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ടെക്സ്ച്വൽ ക്രിറ്റിസിസം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. അത് അല്പം പ്രയാസമുള്ള കാര്യമാണ്. നമുക്കറിയാം ആർക്കിയോളജിക്കൽ
സ്റ്റഡി. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ നടത്തുന്ന ഇസ്രായേലിലും അതുമായിട്ട്, അതായത് ബൈബിൾ സംഭവങ്ങൾ നടന്ന സ്ഥലങ്ങളിൽ നടത്തുന്ന ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന പല ഗവേഷണങ്ങളിലൂടെ ഇങ്ങനെയുള്ള ഒരുപാട് ഓൾഡ് സോഴ്സുകൾ നമുക്ക് ലഭിക്കുന്നു. അതാണ് ടെക്സ്ച്വൽ ക്രിറ്റിസിസം. അടുത്ത സോഴ്സ് ക്രിറ്റിസിസം. എന്താണ് സോഴ്സ് ക്രിറ്റിസിസം? ഇറ്റ് ഇൻവെസ്റ്റിഗേറ്റ്സ് ദ സോഴ്സസ് used by biblical authors, identifying potential earlier texts or traditions. ബൈബിളിൽ നിന്ന് പുറത്തുള്ള ടെക്സ്റ്റുകളും ട്രഡീഷൻസിനെയും പഠിക്കാൻ ശ്രമിക്കുന്നു. ബൈബിളിന് പുറത്തുള്ള ടെക്സ്റ്റ്, അതുപോലെ തന്നെ ട്രഡീഷൻസ്, ബൈബിളുമായി ബന്ധപ്പെട്ട്. ഇപ്പം പഴയ നിയമം പഠിക്കുമ്പോൾ യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ട്രഡീഷൻസ് ഉണ്ട്. മിഷ്ന എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ഉണ്ട്. തോറ എന്ന് പറയുന്നത് നമുക്കറിയാം, പഞ്ചഗ്രന്ഥങ്ങളാണ്. 5 books ഓഫ് ദി ഓൾഡ് ടെസ്റ്റമെൻറ്റ്, ഫസ്റ്റ് 5 books ഓഫ് ദി ഓൾഡ് ടെസ്റ്റമെൻറ്റ്. അതുപോലെ തന്നെ അവർ സിഗ്നിഫിക്കൻസ് കൊടുക്കുന്നതാണ് തൽമൂദ്, മിഷ്ന എന്ന് തുടങ്ങി ഒരുപാട് പാരമ്പര്യ ഗ്രന്ഥങ്ങളുണ്ട്. ആ പാരമ്പര്യ ഗ്രന്ഥങ്ങളില്ലാതെ ബൈബിൾ വ്യാഖ്യാനിക്കാൻ പറ്റില്ല. ഇത് പലരോടും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല, അവരുടെ തലേ കയറത്തില്ല. അവർ പറയുന്നതെല്ലാം പരിശുദ്ധാത്മാവ് ഇങ്ങനെ തലയ്ക്കകത്ത് കൊണ്ടുവരിക. അത് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഈ പറയുന്ന എല്ലാം ശുദ്ധ മണ്ടത്തരമാണെന്ന് അറിയാം. പിന്നെ നമ്മൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകില്ല. അങ്ങനെ മനസ്സിലാകാത്തവരെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? കാരണം ഈ ട്രഡീഷൻ ഒരുപാട് ബുക്സ് ഉണ്ട്. അതായത് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിനെ യഹൂദന്മാർ ഇൻ്റർപ്രറ്റ് ചെയ്യുവാൻ ഉപയോഗിച്ചിരുന്ന ഈ മിഷ്നയും തൽമൂദും തുടങ്ങി ഒരുപാട് വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ, കമൻട്രീസ് ഉണ്ട്. അതൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് പഠിക്കാനുള്ള ശ്രമങ്ങൾ. ഇതാരാണ് പഠിക്കുന്നത്? ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തുന്നവർ ഇതിനെക്കുറിച്ച് പഠിക്കുന്നു. ഒരുപാട് പുസ്തകങ്ങൾ ഇത് സംബന്ധിച്ച് ഇറങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അടുത്താണ് ഫോം ക്രിറ്റിസിസം. എന്താണ് ഫോം ക്രിറ്റിസിസം? ഇറ്റ് സ്റ്റഡീസ് ദ ലിറ്റററി ഫോംസ്, ഫോർ എക്സാമ്പിൾ മിത്സ്, ലെജൻഡ്സ്, പ്രൊവേർബ്സ് യൂസ്ഡ് ഇൻ ദ ബൈബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദെയർ ഒറിജിനൽ കോണ്ടെക്സ്റ്റ് ആൻഡ് ഫങ്ഷൻ. ലിറ്റററി ഫോംസിനെ കുറിച്ച് ഫോം ക്രിറ്റിസിസത്തിൽ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നു. കാരണം മിത്തുകളും ലെജൻഡുകളും പ്രോവേർബ്സും ഒക്കെ ബൈബിളിലുണ്ട്. മിത്തിക്കൽ സ്റ്റോറീസ് ബൈബിളിലുണ്ടെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ നമുക്ക് പാടാണ്. ലെജൻഡ്സ് ബൈബിളിലുണ്ട്, പ്രോവേർബ്സ് ഉണ്ട്, അതൊക്കെ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ മിത്തുണ്ടെന്ന് പറഞ്ഞാൽ, മിത്തോളജി ഉണ്ടോ? അയ്യോ എൻ്റെ ദൈവമേ, ഇതൊന്നും നമ്മുടെ വിശ്വാസത്തെ തകർക്കുന്ന കാര്യമല്ല. എൻ്റെ വിശ്വാസം ഇതുവരെ പോയിട്ടില്ല ഇതൊന്നും പഠിച്ചിട്ട്. ചില ആൾക്കാർ പറയും ഇതെല്ലാം പഠിച്ചാൽ വിശ്വാസമെല്ലാം പോകുന്നു. എൻ്റെ വിശ്വാസം പോയിട്ടില്ല. വിശ്വാസത്തിൽ കൂടുതലായി അടിയുറച്ച മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ദൈവത്തിലുള്ള വിശ്വാസത്തിൽ, ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസത്തിൽ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവാകുന്ന സത്യേക ദൈവത്തിലുള്ള വിശ്വാസം അല്പം പോലും കുറയാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. എന്നാൽ ഇപ്പോൾ ഈ കാര്യങ്ങൾ കൂടുതലായി ഗവേഷണം നടത്തി പഠിച്ചതുമൂലം ബൈബിൾ വ്യാഖ്യാനത്തിൽ ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു. ബൈബിൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിൽ, പ്രസംഗിക്കുന്നതിൽ മാറ്റം വന്നിരിക്കുന്നു. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഫോം ക്രിറ്റിസിസം. അടുത്തത് റിഡാക്ഷൻ ക്രിറ്റിസിസം. ഇറ്റ് അനലൈസസ് ഹൗ ബിബ്ലിക്കൽ ടെക്സ്റ്റ് വെയർ എഡിറ്റഡ് ആൻഡ് കമ്പൈൽഡ്, എക്സാമിനിങ് ദ റോൾ ഓഫ് ലേറ്റർ എഡിറ്റേഴ്സ് ഇൻ ഷേപ്പിംഗ് ദ ടെക്സ്റ്റ്. ബൈബിളിൽ ഒരുപാട് എഡിറ്റിംഗ് നടന്നിട്ടുണ്ട്. ബൈബിളിൽ എഡിറ്റിംഗ് നടന്നിട്ടുണ്ട്. ഇത് പറയുന്നത് ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. റിഡാക്ഷൻ ക്രിറ്റിസിസം വളരെ കൃത്യമായി പഠിച്ചാൽ ബൈബിളിൽ എഡിറ്റിംഗ് നടന്നിട്ടുണ്ട്. ലേറ്റർ ഉള്ള കാലഘട്ടത്തിൽ, പിൽക്കാലങ്ങളിൽ ഒരുപാട് എഡിറ്റിംഗ് നടന്നിട്ടുണ്ട്. ചില ഭാഗങ്ങൾ പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടവയാണ്. യേശു പറയാത്ത എത്രയോ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പഴയ നിയമത്തിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. കൂട്ടിച്ചേർക്കലുകൾ നടന്നിട്ടുണ്ട്. യാതൊരു സംശയവും വേണ്ട. ഈ ബൈബിൾ മുഴുവനും ദൈവശാസ്ത്രീയമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, അവർക്കാണ് ഈ പ്രശ്നം. ബൈബിളിലാണ് അവരുടെ വിശ്വാസം, ദൈവത്തിലല്ല. അതാണ് പ്രശ്നം. സഭയിലല്ല വിശ്വാസം, സഭയിലോ ദൈവത്തിലുമല്ല വിശ്വാസം, മറിച്ച് ബൈബിളിലാണ് വിശ്വാസം. അല്പം കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന കാര്യമാണ്. ബൈബിൾ മുഴുവനും ദൈവശാസ്ത്രീയമാണെന്ന് വിശ്വസിക്കുന്നത് ഇവാഞ്ചലിക്കൽസാണ്.
മറ്റു പല സഭകളും അങ്ങനെ വിശ്വസിക്കുന്നില്ല. പ്രൊട്ടസ്റ്റൻ്റ് സഭകൾ വിശ്വസിക്കുന്നു ബൈബിൾ മുഴുവനും ദൈവശാസ്ത്രീയമാണ്. എന്താണ് ദൈവശാസ്ത്രീയം എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ നാം എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്കെന്താണ് പ്രശ്നം? നമുക്കിങ്ങനെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ എല്ലാം ഇങ്ങനെ ദൈവം പറഞ്ഞു കൊടുത്തതാണ്, ദൈവം പരിശുദ്ധാത്മാ മുഖാന്തരം അവരെ കൊണ്ടിങ്ങനെ എഴുതിച്ചതാണ്. എങ്ങനെയാണ് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുക? ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ ഏൻഷ്യൻ്റ് നിയർ ഈസ്റ്റേൺ കൾച്ചറിലുണ്ടായിരുന്ന മിത്തുകളും അവിടെ ഉണ്ടായിരുന്ന മതങ്ങളുടെ വലിയ സ്വാധീനങ്ങളും ഉണ്ടായിട്ടില്ലേ? അതിന് വ്യക്തമായ തെളിവുകളില്ലേ? ഉണ്ട്. അതുകൊണ്ട് ഈ റിഡാക്ഷൻ ക്രിറ്റിസിസം വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റഡി തന്നെയാണ്. കാരണം ഇവിടെ ഇറ്റ് അനലൈസസ് ഹൗ ബിബ്ലിക്കൽ ടെക്സ്റ്റ് വെയർ എഡിറ്റഡ് ആൻഡ് കമ്പൈൽഡ്, എക്സാമിനിങ് ദ റോൾ ഓഫ് ലേറ്റർ എഡിറ്റേഴ്സ് ഇൻ ഷേപ്പിംഗ് ദ ടെക്സ്റ്റ്. ഒരുപാട് എഡിറ്റിംഗ് നടന്നിട്ടുണ്ട്. ബൈബിളിൽ ഒരുപാട് എഡിറ്റിംഗ് നടന്നിട്ടുണ്ട്. ചില കാര്യങ്ങളെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്, ചില കാര്യങ്ങളെ പുതുതായിട്ട് ചേർത്ത് വെച്ചിട്ടുമുണ്ട്. അംഗീകരിക്കാൻ നമുക്ക് വലിയ പ്രയാസമാണ്. നമുക്കെന്ന് പറഞ്ഞാൽ പൊതുവായി യാഥാസ്ഥിതികമായി ചിന്തിക്കുന്ന, കൺസർവേറ്റീവായി ചിന്തിക്കുന്ന, ഫണ്ടമെൻ്റലിസ്റ്റ് ചിന്താഗതിയുള്ളവർക്ക് അംഗീകരിക്കാൻ പ്രയാസം. പക്ഷെ യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് എനിക്കിന്ന് ഷെയർ ചെയ്യാനുള്ളത്. ഞാനിതിൻ്റെ ഒരു ഔട്ട്ലൈൻ തരുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇതെല്ലാം തന്നെ ഓരോ പോയിൻറ്റും നമ്മൾ കൂടുതലായി ഡീപ്പായിട്ട് പഠിക്കേണ്ടതാണ്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് സംശയങ്ങൾ തോന്നും. ഈ ബൈബിളിലെ കാര്യങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? ബൈബിളിനോട് വല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ചില ആൾക്കാർക്ക് ഭയമാണ്. അവർ പറയുകയോ വേണ്ട, കാരണം ഇത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഞാൻ അവസാനം പറഞ്ഞില്ലേ, റിഡാക്ഷൻ ക്രിറ്റിസിസം പറയുന്നത് എഡിറ്റിങ് നടന്നിട്ടുണ്ട്. എഡിറ്റേഴ്സാണ് ഇത് എഡിറ്റ് ചെയ്തത്. നമ്മളെന്താ ചിന്തിക്കുന്നത്? ഇതുപോലെ വാക്യങ്ങൾ ചാപ്റ്റർ വൈസ് അല്ലെങ്കിൽ വാക്യങ്ങളൊക്കെ തിരിച്ച് ഒന്നുമല്ല. ആ എഡിറ്റിങ്ങിൽ തന്നെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട്. എഡിറ്റിങ്ങിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബൈബിൾ എഡിറ്റ് ചെയ്തതിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പോകുന്നില്ല. കാരണം ഒരുപക്ഷെ പെട്ടെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളെ അംഗീകരിക്കാൻ പ്രയാസമുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർക്കാണ്. അവർക്ക് ചിലപ്പോൾ പെട്ടെന്നൊരു ഷോക്കായല്ലോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഇതൊരു പുതുമയായിട്ട് തോന്നാം. ചില ആൾക്കാർ ഇത് പഠിച്ചിട്ടുണ്ടാകാം, അവരെ സംബന്ധിച്ചോളം കുഴപ്പമില്ല. പക്ഷേ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിലൂടെ ബൈബിളിനെ നമ്മൾ എങ്ങനെ സമീപിക്കണം? 66 പുസ്തകങ്ങളാണ് പ്രൊട്ടസ്റ്റൻ്റ് ബൈബിളിൽ. അപ്പോക്രിഫൽ ബുക്സ് കൂടെ ഉള്ളതാണ് കാത്തലിക് ഓർത്തഡോക്സ് ബൈബിൾ. തീർച്ചയായിട്ടും അപ്പോക്രിഫൽ ബുക്സ് ബൈബിളിൻ്റെ ഭാഗമാക്കേണ്ടത് തന്നെയാണ്. 100% ഞാനങ്ങനെയാണ് വിശ്വസിക്കുന്നത്. എന്തുകൊണ്ടോ ഇവിടുത്തെ പ്രൊട്ടസ്റ്റൻ്റ് വേൾഡ് അതിനെ തള്ളിക്കളഞ്ഞു. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ഇത്ര മനോഹരമായ അപ്പോക്രിഫൽ ബുക്സിനെ തള്ളിക്കളഞ്ഞ് എന്തിനാണ് എനിക്കറിയില്ല. ഓർത്തഡോക്സ് സഭകളുടെ ബൈബിളിൽ അതുണ്ട്. വിശുദ്ധ ഗ്രന്ഥം എന്നറിയപ്പെടുന്ന ഓർത്തഡോക്സ് സഭയുടെ ഔദ്യോഗിക ബൈബിളിൽ അതുണ്ട്. POC ബൈബിളിലുണ്ട്. അപ്പോക്രിഫൽ ബുക്സ് പുതിയ നിയമ പഠനത്തിന് ഏറ്റവും സഹായകരമായ പുസ്തകങ്ങളാണ്. നോൺ കാനോനിക്കലായിട്ട് പ്രഖ്യാപിച്ചത് ആരാണ് ഇത് നോൺ കാനോനിക്കലായിട്ട് പ്രഖ്യാപിച്ചത്? ഈസ്റ്റേൺ സഭയും വെസ്റ്റേൺ സഭയ്ക്കും ഇത് നോൺ കാനോനിക്കൽ അല്ല. പിന്നെ ആരാണിത്? ഇതിൻ്റെ പുറകിലുള്ള ഗൂഢ തന്ത്രങ്ങൾ ആരാണ് മെനഞ്ഞതെന്ന് ചോദിച്ചാൽ പ്രൊട്ടസ്റ്റൻ്റ് വേൾഡാണ് മെനഞ്ഞത്. കിങ് ജെയിംസ് വേർഷനിൽ അപ്പോക്രിഫ ഉണ്ടായിരുന്നു. പിന്നീട് എന്തുകൊണ്ടത് മാറി? ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ, ഗൂഢലക്ഷ്യങ്ങളാണ് ഇതിൻ്റെ പുറകിൽ. ഇതിൻ്റെ പുറകിൽ ആരുടെ ഗൂഢലക്ഷ്യങ്ങളാണ്? വെസ്റ്റേൺ തിയോളജിയുടെ സ്വാധീനം, അല്ലെങ്കിൽ വെസ്റ്റേൺ തിയോളജിയൻസാണ്. അവിടെയുള്ള നേതാക്കന്മാർ, രാജാക്കന്മാരാണ് ഇതെല്ലാം കൂടെ എടുത്തു കളഞ്ഞത്. ഇപ്പോൾ സമ്പൂർണ്ണ ബൈബിൾ എന്ന് പറയുന്ന 66 പുസ്തകം മാത്രമല്ല, അപ്പോക്രിഫയുടെ ചേർന്നാണെന്ന് പറയാൻ എനിക്കൊരു ഭയവുമില്ല. കാരണം പണ്ട് ഇതൊന്നും വേണ്ട, അല്ലെങ്കിൽ അപ്പോക്രിഫൽ ബുക്സ് നോൺ കാനോനിക്കലാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാൻ. ഇന്ന് പറയുകയാണ് അങ്ങനെയല്ല. ഇത് നോൺ കാനോനിക്കലാണ് എന്ന് പറയാനായിട്ട്
കുറേ വാദഗതികൾ നിരത്തുന്നുണ്ട്. അത് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു നടക്കുന്നതാണ്. എന്നാൽ അതിൻ്റെ അപ്പുറത്തോട്ടുള്ള പഠനങ്ങളിലേക്ക് പലരും പോയിട്ടില്ല. അത് നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. നമുക്കെല്ലാം ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഒരുപാട് സ്കോളേഴ്സ് യൂട്യൂബിൽ ഈ വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വളരെ മനോഹരമായി, വളരെ കൃത്യമായി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തുകൊണ്ടൊന്ന് റീതിങ്ക് ചെയ്തുകൂടാ? ഇത്രയും കേട്ടിട്ട് എന്തുകൊണ്ട് നമ്മളൊന്ന് റീകൺസ്ട്രക്ഷൻ ചെയ്യണം? നമ്മുടെ മൈൻഡിനെ, നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ, നമ്മുടെ സ്പിരിച്വാലിറ്റിയെ ഒന്ന് റീഡ് ചെയ്യണമെന്നോ, റീതിങ്ക് ചെയ്യണമെന്നോ, റീഇമാജിൻ ചെയ്യണമെന്നോ, അതൊന്ന് റീകൺസ്ട്രക്ഷന് വിധേയമാകണമെന്നോ, ഞാൻ ഈ പറഞ്ഞ ഈ മെത്തേഡുകളൊന്ന് ഉപയോഗിച്ചൊന്ന് അപ്ലൈ ചെയ്ത് ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസത്തിലൂടെ സോഷ്യോ കൾച്ചറൽ അതുപോലെ റിലീജിയസ് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പഠിച്ച് ബൈബിളിനെ, ഓൾഡ് ആൻഡ് ന്യൂ ടെസ്റ്റ്മെൻറ്റ് 2 നിയമങ്ങളെയും ഒന്ന് പഠിച്ചാൽ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉള്ള ഒരു വ്യാഖ്യാനം കിട്ടുമെന്ന് എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നില്ല? ഇപ്പം പുതിയ ഒരുപാട് വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. ഇക്കോ തിയോളജി വെച്ച് വ്യാഖ്യാനിക്കുന്നുണ്ട്, സോഷ്യൽ അനാലിസിസ് നടത്തുന്നുണ്ട്, സബാൾട്ടൺ പെർസ്പെക്റ്റീവിൽ ബൈബിളിനെ റീഡ് ചെയ്യുവാനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്, ഇക്കോ തിയോളജി വെച്ചിട്ട് റീഡ് ചെയ്യാനുണ്ട്. ഇതൊക്കെ നല്ലത് തന്നെയാണ്. ഇക്കോ തിയോളജിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു പുസ്തകം ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഗവേഷണത്തിൻ്റെ ഫലമായിരുന്നു അത് ഞാനത് പബ്ലിഷ് ചെയ്തു. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ പലപ്പോഴും ബിബ്ലിക്കൽ സ്റ്റഡീസ് കുറഞ്ഞു പോവുകയാണ്. സോഷ്യൽ അനാലിസിസും സോഷ്യോളജിയും ഒക്കെ ഒരുപാട് ബൈബിളിനോട് ചേർത്ത് വെച്ചുള്ള ഒരുപാട് നമ്മുടെ ആനുകാലിക സംഭവങ്ങളുള്ള ബന്ധത്തിൽ വ്യാഖ്യാനങ്ങൾ, അതുപോലെ സബാൾട്ടൺ ഇഷ്യൂസ്, പെർസ്പെക്റ്റീവ്സ് ഒക്കെ നമ്മൾ നടത്തുന്നുണ്ട്. പക്ഷെ നമ്മൾ വേദപുസ്തകത്തിൻ്റെ സത്യങ്ങളൊന്നറിയണം. ഇതറിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഇതറിഞ്ഞാൽ പുതിയ നിയമത്തിൻ്റെ ക്ലാരിറ്റി കൂടും. പുതിയ ഉടമ്പടി, പുതിയ നിയമത്തിൻ്റെ ക്ലാരിറ്റി, അത് വായിക്കുമ്പോഴുള്ള ആ ക്ലാരിറ്റി കുറച്ചുകൂടെ അത് കൃത്യമായി മനസ്സിലാക്കും. അതിലൂടെ ക്രിസ്തീയ ജീവിതം എന്താണെന്നും, ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി എന്താണെന്നും, ക്രിസ്ത്യാനിറ്റിയുടെ യുണീക്നെസ് എന്താണെന്നും കൃത്യമായി നമുക്ക് മനസ്സിലാകും. നമ്മൾ ഈ ലോകത്തിൽ ആരാണെന്ന് മനസ്സിലാകും. ദൈവരാജ്യത്തിൽ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാകും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പഴി പറഞ്ഞുകൊണ്ട് മറ്റ് സഭകളെ ചീത്ത വിളിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും. ഒരു സഭയെ പിളർത്തി ഡിവൈഡ് ചെയ്ത് ഇവിടെ എവിടെ നോക്കിയാലും സഭകളാണ്. യൂട്യൂബ് തുറന്നാൽ, സോഷ്യൽ മീഡിയ തുറന്നാൽ എല്ലാം പുതിയ പുതിയ വ്യാഖ്യാനങ്ങളാണ്. അത് നമ്മളതിൽ എന്താ പറയുന്നത്, ആ പേജ് ലൈക്ക് ചെയ്തില്ലെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ചാനൽ നമ്മൾ ലൈക്ക് ചെയ്തില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ വ്യാഖ്യാനങ്ങൾ കൃത്യമാകട്ടെ. നമ്മൾ അടുത്ത വ്യാഖ്യാനത്തിലേക്ക്, അല്ലെങ്കിൽ അടുത്ത ഒരു എന്താ പറയുക, ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം കഴിഞ്ഞു ഇനി അടുത്തത് ഒരുപാടുണ്ട്. നമുക്ക് ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ അത് ചർച്ച ചെയ്യാം. ടെക്സ്ച്വൽ ക്രിറ്റിസിസം, അതുപോലെ ഗ്രാമാറ്റിക്കൽ ക്രിറ്റിസിസം, ലിറ്റററി ക്രിറ്റിസിസം, അത് നമുക്ക് സമയം പോലെ ചർച്ച ചെയ്യാം. പക്ഷേ ഒരു റീതിങ്കിങ്ങിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നത്. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കാവശ്യമായ ജ്ഞാനം നൽകട്ടെ. അതിനായി പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ ആ ജ്ഞാനം, അനുഗ്രഹം നമുക്കുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു ഉറക്കം ഇന്ന് രാത്രിയിൽ നമുക്കുണ്ടാകട്ടെ. നാളത്തെ ദിവസം നമുക്ക് അനുഗ്രഹമാകട്ടെ. അനേകർക്ക് അനുഗ്രഹമാകുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ ആ വാഗ്ദത്തം നമുക്കെല്ലാവർക്കും അറിയാം. നീ മൂലം ലോകം മുഴുവനും അനുഗ്രഹിക്കപ്പെടും, സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. പൗലോസ് അത് എടുത്ത് കോട്ട് ചെയ്തിട്ട് പറയുകയാണ്, ഇതാണ് സുവിശേഷം. അബ്രഹാം നമ്മുടെ പിതാവാണ്, വിശ്വാസികളുടെ പിതാവാണ്. അബ്രഹാമിനോട് പറഞ്ഞ അനുഗ്രഹം, ജാതികൾ എന്ന് പറയുമ്പോൾ ലോകത്തിലുള്ള എല്ലാവരും, ആ സുവിശേഷം അതൊരു വ്യത്യസ്തമായ സുവിശേഷം. നമ്മൾ സാധാരണ പറയുന്ന സുവിശേഷം ഏതാ? നമ്മൾ സാധാരണ പ്രസംഗിക്കുന്ന സുവിശേഷം അല്ല ഈ പൗലോസ് ഇവിടെ പറയുന്ന സുവിശേഷം. നീ മൂലം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം, അനുഗ്രഹത്തിൻ്റെ വിശേഷം, നല്ല വിശേഷം നമുക്ക് പങ്കുവയ്ക്കാം. അനേകർക്ക് അനുഗ്രഹമാകാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ശുഭരാത്രി നേരുന്നു. ഗോഡ് ബ്ലെസ് യു.